youngest municipal chairperson of the nation. How does it feel? Are you slaying it? I am. Hopefully. 21, 22 years later, what were we thinking? Honestly speaking, I wasn't thinking at all. No, I don't know about you guys. പഠിക്കുക, നല്ലൊരു ജോലി കിട്ടുക, പിന്നെ അന്ന് ഞാൻ പ്രണയിച്ച സമയമായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും പ്രണയിച്ച ആളെ കല്യാണം കഴിക്കുക, ഇതൊക്കെ തന്നെ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇഫ് യുവർ ജെൻസി ലിംഗോ, ജെൻസി ലാംഗ്വേജ്, ഇതൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് സംസാരിക്കുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് മാത്രം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ what will be that one word? Is it like it's delulu, or is it like it's main character energy, or right? All of them. No cap. Like what is it one word? If your life if it describe one Gen Z word. അങ്ങനെ പറഞ്ഞ എൻ്റെ ഓറൽ ലൂസ് ആവും. Hello everyone, welcome to the Success369 podcast with me Deepa Rahuleshwar. നമ്മളെല്ലാവരും നമ്മുടെ ഒരു 21 years അല്ലെങ്കിൽ 22 years what were we thinking? Honestly speaking, I wasn't thinking at all. No, I don't know about you guys. പഠിക്കുക, നല്ലൊരു ജോലി കിട്ടുക, പിന്നെ അന്ന് ഞാൻ പ്രണയിച്ച സമയമായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും പ്രണയിച്ച ആളെ കല്യാണം കഴിക്കുക, ഇതൊക്കെ തന്നെ എനിക്കുണ്ടായിരുന്നുള്ളൂ. I don't know about you guys. I don't know if it is about the current generation, because I think ഇന്നത്തെ generation they have a lot more clarity in their early 20s. അതെങ്ങനെ കിട്ടുന്നു എനിക്കറിയില്ല. But I have with me someone who had absolute clarity on what she wanted to do. And നമ്മളൊക്കെ ഒരു എന്താ പറയുക, ഒരു 30s ഒക്കെ അച്ചീവ് ചെയ്യുന്ന സക്സസ്, നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന പലരും അവരുടെ ഏർലി 30s അച്ചീവ് ചെയ്യുന്ന സക്സസ് ഒരു ഏർലി 20s അച്ചീവ് ചെയ്യുമ്പോൾ how must she be feeling? I really am curious to know. I have with me Diya Binu Pulikkakandam, who is the youngest municipal chairperson in India. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയ 21 വയസ്സിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയ ഒരു കുട്ടി എന്ന് പറയണോ മാം എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ആം സോ മച്ച് ഇൻ ഓ ഓഫ് ഹർ ബിക്കോസ് ഐ വിഷ് ഐ വാസ് ലൈക്ക് ഹർ ഇൻ മൈ 21 years of age. പാലാ മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പൽ ചെയർപേഴ്സണായ ദിയ ബിനു ആണ് ഇന്ന് നമ്മളോടൊപ്പം Success 369 ഉള്ളത്. There is a lot to talk to her. Let's get started. Hi Diya. Hi Chichi. So glad to have you on my show. So Diya, you're the youngest municipal chairperson of the nation. How does it feel? Are you slaying it? I am. Hopefully. So I hope nice you to know say that. But tell me, how do you feel it? Because idoru heavy title aanu, and it's come to you at a very young age. You do realize it, like Yes. പലപ്പോഴും നമ്മൾ യങ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ യങ് ആണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യില്ല. You think you are getting older and there are younger people. I hope you realize that you have been you're tasting success at a very very early stage. How does it feel? Are you getting used to it? I'm getting used to this position and ഒരു പെട്ടെന്ന് ഒരു ഓവർനൈറ്റ് ലൈഫ് മൊത്തം മറിയുന്ന പോലെ തോന്നിയായിരുന്നു. അപ്പം വളരെ എക്സൈറ്റഡ് ആണ്. ഇതൊരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ആണ്. ഞാനാണെങ്കിൽ ആ ഒരു ഫെയിം ഫാക്ടറിൽ കൂടുതൽ ഈ ഒരു അറ്റ് ദിസ് ഏജ് ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള പ്രഷർ ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു കെയോസ് ഉണ്ട്. അതൊക്കെ ഹാൻഡിൽ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. സോ ഹൗ ഡിഡ് ഇറ്റ് ഓൾ ബിഗിൻ? ഇത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഡ് യു സീ നമ്മളൊരു 10th class 11th class ഒക്കെ പഠിക്കുന്ന ടൈമിൽ നമുക്ക് പീപ്പിൾ ആസ്ക് us this question, what do you want to be when you what do you want to do next? കേട്ടും അടുത്ത ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു 8th class ഒക്കെ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും. സോ അന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ would you say that I would want to be the be a leading power in politics? അങ്ങനെ പറയുമായിരുന്നു. Actually ചേച്ചി, if you asked me ഒരു 4 months ago, oh Diya, where do you see yourself in 4 months? I would never say here. ഞാൻ 4 months മുമ്പ് ഞാൻ കാറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന NMAT അങ്ങനത്തെ MBA എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇതൊരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ലൈഫിലേക്ക് വന്നൊരു കാര്യമാണ്. ഇറ്റ് വാസ് ഐ ടോൾഡ് യു ഒരു രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഒരു ഫോൺ കോൾ വിളിച്ചോ, ഇങ്ങനൊരു ചാൻസ് ഉണ്ട്, ഇത് നിനക്ക് താല്പര്യം ഉണ്ടോ എന്നുള്ളൊരു വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നു. Then I took the chance. I don't know what prompted me, maybe God. I think this was meant for me. And ഒത്തിരി സപ്പോർട്ട് ഉണ്ടായിരുന്നു. വന്നു, ഇലക്ഷൻ ജയിച്ചു. പിന്നെ the whole political scenario അങ്ങനെയായിരുന്നു. Then we are here. It's actually 3 months ആയി ഇന്ന് കറക്റ്റ് ഞാൻ ചെയർപേഴ്സൺ ആയിട്ട് 3 months ആയി. What a beautiful day to chat about how it all began. So say this is not like a very എന്താ പറയുന്നത് വളരെ ക്വിക്കായിട്ട് എടുക്കാൻ പറ്റുന്നൊരു തീരുമാനമല്ല. കാരണം ദിസ് ഇസ് അബൌട്ട് ടച്ചിങ് സോ മെനി ലൈഫ്സ്.
ഓക്കെ, വെൻ യു ആർ ഇൻ പൊളിറ്റിക്സ് എത്രയോ പേര് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ഒരു പൊസിഷനാണ്. അപ്പോൾ അതത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ദിയ അങ്ങനെ പറയുന്നെങ്കിലും ഐ നോ ലൈക്ക് സംവെയർ യു ഹാവ് ഗ്രോൺ അപ്പ്, വളർന്നത് തന്നെ ഇതെല്ലാം കണ്ടാണ് അല്ലെ. പാല പോലൊരു സ്ഥലം വേർ പൊളിറ്റിക്കലി വളരെ പൊളിറ്റിക്കൽ സെൻറ്റിമെൻറ്റ്സ് വളരെ ഹൈ ആയൊരു സ്ഥലം. അപ്പം ഒരുപാട് ഇത് കണ്ടും കേട്ടും ഒക്കെ വളർന്ന് അത് ബാക്ക് ഓഫ് ദി മൈൻഡിൽ ഉണ്ടായിരുന്നിരിക്കില്ലേ. ആൻഡ് അറ്റ് സം പോയിന്റ് ആ ഒരു ക്ലാരിറ്റി എവിടെയോ വന്നിട്ടുണ്ടാവില്ലേ, ദാറ്റ് ഐ ഓൾസോ വോണ്ട് ടു ഡു സംതിങ്, മേ ബി നോട്ട് അറ്റ് സച്ച് എൻ ഏർലി ഏജ് ബട്ട് അറ്റ് സം പോയിന്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ പൊളിറ്റിക്സ് ചേച്ചി പറഞ്ഞ പോലെ ഐ ഗ്രൂ അപ്പ് വാച്ചിങ് പൊളിറ്റിക്സ്. ഞാൻ ഐ എം ഓൾവേസ് സമൺ ഹൂസ് ബീൻ ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് ഇഷ്ടമുള്ള ഒരാളാണ്, അത് നിരീക്ഷിക്കുന്ന ഒരാളാണ്, ഫ്രണ്ട്സുമായിട്ട് ഡിബേറ്റ്സ് നടത്തുന്ന ആളാണ്, ലൈക്ക് ആർഗ്യുമെന്റ്സ് നടത്തുന്ന ആളാണ്. സോ ഐ മീൻ ഐ എം ഓൾസോ എക്സ്ട്രോവേർട്ടഡ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. കോളേജിൽ NSSന്റെ പാട്ടായിരുന്നു. ബട്ട് ഓഫ് കോഴ്സ് ഇത്രയും ഏർലി ഏജിൽ പൊളിറ്റിക്സിലേക്ക് വരും അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ അറ്റോൾ വരുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, എൻ്റെതായിട്ടുള്ള പൊളിറ്റിക്കൽ ബിലീവ്സ് അങ്ങനെയെല്ലാം ഉണ്ട്. ബട്ട് ദെൻ അഗെയിൻ അച്ഛൻ എനിക്ക് 1 വയസ്സുള്ളപ്പോൾ കൗൺസിലർ ആയതാണ്. സോ ഐ ഗ്രൂ അപ്പ് വാച്ചിങ് ദ ഹോൾ പൊളിറ്റിക്സ്, പ്രോബ്ലംസ്, കോൺട്രവേഴ്സറീസ്, കെയോസ്, ഫൈറ്റ്സ്, എവറിത്തിങ്. സോ ഇങ്ങനൊരു നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഐ നോ ഹൗ മച്ച് ഓഫ് എ റെസ്പോൺസിബിലിറ്റി ദിസ് ഇസ് ലൈക്ക്. അപ്പൊ എന്നോടും എൻ്റെ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ വാട്ട് എവർ ഡിസിഷൻ യു ടെൽ മീ ആൻഡ് യു ഹാവ് ടു ടെൽ മീ വിതിൻ 1 hour. അപ്പോൾ അത് എടുക്കുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി റിഗ്രറ്റ് ഫ്രീ. നാളെ നീ വന്ന് അയ്യോ എനിക്ക് നിൽക്കണ്ട, അയ്യോ എനിക്ക് നിൽക്കണം എന്നുള്ളൊരു ഇതവിടെ ഇല്ല. വെദർ യു വിൻ ഓർ നോട്ട് അത് സെക്കൻഡ് ഗോയിങ്, പക്ഷെ വെദർ യു സ്റ്റാൻഡ് ഫോർ ഇറ്റ്, അത് കഴിയുമ്പോൾ യു വിൽ ബി ഇൻ ഇറ്റ്. ആൻഡ് ഇഫ് യു വിൻ ഫോർ ദ നെക്സ്റ്റ് 5 years, അതൊരു കമ്മിറ്റ്മെന്റ് ആണ്, അതൊരു ഹ്യൂജ് കമ്മിറ്റ്മെന്റ് ആണ്. I don't know why he trusted me to do it, but I'm glad he did. പക്ഷേ I think he saw it in me. അദ്ദേഹം എന്നിൽ വിശ്വസിച്ചിരുന്നു. Then it was up to me whether to go forward with that or not. But I think fallen in place. I guess കുറച്ച് ഞാൻ എൻ്റെതായിട്ടുള്ള സമയം എടുത്തു. ഓഫ് കോഴ്സ് എൻ്റെ ഫ്രണ്ട്സിനോട് എൻ്റെ വെൽ വിഷേഴ്സിനോടൊക്കെ സംസാരിച്ചു. കുറച്ച് ടെക്നിക്കാലിറ്റീസ് അറിയണമായിരുന്നു. പിന്നെ എൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, എൻ്റെ പഠിത്തം എങ്ങനെയായിരിക്കും, എൻ്റെ പേഴ്സണൽ കൺസേൺസ് ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചി പറഞ്ഞാൽ fall into pieces ആയിരുന്നു. ദിയ എന്തെങ്കിലും അച്ഛനോട് ചോദിച്ചിട്ടുണ്ടോ, ലൈക്ക് വൈ ഡിഡ് യു ട്രസ്റ്റ് മീ വിത്ത് ദിസ് എന്നുള്ളത് എപ്പോഴെങ്കിലും? അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഇൻറ്റ്യൂഷൻ, എന്തുകൊണ്ടായിരിക്കും? വാട്ട് ഇസ് ദ വൺ ക്വാളിറ്റി ഇൻ ദിയ ദാറ്റ് മെയ്ഡ് യുവർ ഫാദർ ട്രസ്റ്റ് യു വിത്ത് സച്ച് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി? ഐ തിങ്ക് അച്ഛനെ എന്നോടല്ല വേറെ ആൾക്കാരോട് പറഞ്ഞേക്കുന്ന കേട്ടിട്ടുള്ളത് അവൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. ബിക്കോസ് അല്ലെങ്കിൽ ഇച്ചിരിയിലും ഇഷ്ടം, പാഷൻ അവൾക്ക്, ഐ തിങ്ക് ഹി സോ ദാറ്റ് ഇൻ മീ. ബിക്കോസ് മൈ സിസ്റ്റർ ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം മീ. പുള്ളിക്കാരത്തി ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ വളരെ പ്രൈവറ്റ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ സിസ്റ്റർ, അനിയത്തി. അപ്പം പക്ഷെ ഞാൻ എന്നാൽ കുറച്ച് നേരം ഓപ്പോസിറ്റ് ആണ്. ഈവൻ കോളേജിലാണെങ്കിലും എൻ്റെതായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അപ്പം ഐ തിങ്ക് അതുകൊണ്ടാന്ന് തോന്നുന്നു. I don't know what made him do that. Maybe the smartness, the extrovert. I think extrovertness played a huge role. And അത്യാവശ്യം എനിക്കും ആൾക്കാരോട് സംസാരിക്കാനും സ്ഥലങ്ങളിൽ പോകാനും അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഒക്കെ താല്പര്യമാണ്. ഈവൻ അച്ഛൻ കൗൺസിലർ ആയിരുന്നപ്പം ആൾക്കാർ പലരും വീട്ടിൽ കാണാൻ വരുമ്പോൾ പ്രോബ്ലംസ് അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഐ വിൽ ബി ദെയർ ഓർ ഐ വിൽ ബി നോട്ടിങ് ഇറ്റ് ഡൗൺ ടു ടെൽ ഹിം ലേറ്റർ ഓർ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഈവൻ വാർഡ് മീറ്റിംഗ്സിലൊക്കെ പോകുമ്പം ഐ യൂസ് ടു ഗോ വിത്ത് ഹിം. ഓർ റിപ്പബ്ലിക് ഡേക്ക് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാൻ പോകുമ്പം ഞാൻ പോകും. ഇറ്റ് വാസ് മൈ ബർത്ത്ഡേ റിപ്പബ്ലിക് ഡേ ആകുമ്പോൾ. സോ ഇറ്റ്സ് എക്സ്ട്രാ സ്പെഷ്യൽ ഫോർ മീ. അപ്പം ഇപ്രാവശ്യം റിപ്പബ്ലിക് ഡേക്ക് എനിക്ക് ചെയ്യാൻ പറ്റി. ആൻഡ് ദാറ്റ് വാസ് ഒരു ഭയങ്കര ഒരു proud moment. Yeah, actually. Oh, that's so amazing. Ekuma than anything, like something that you've seen as you grew up and you're able to do it and all of that. Adu bhayangara oru happy moment. Thank God. Yeah. And so tell me this, so ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരുപാട് പേര് വളരെ സീനിയർ ആൾക്കാർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു മേഖലയായിട്ടാണ് എപ്പോഴും പറയാറുള്ളത്, റൈറ്റ്? So when you have stepped into politics, have you found a misalignment? Like people don't take you seriously because you're too young. Okay, മോൾക്കൊന്നും ഇല്ല ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ മതി അങ്ങനെ ഇത്. And which is good because there are so many people to support you, but there will also be people who might try to like suppress you or try to like manipulate you into thinking in a particular way because you are too vulnerable എന്നുള്ളൊരു ഫീലിംഗ് അവർക്കുണ്ട്. നമ്മളങ്ങനെ അല്ലെങ്കിൽ പോലും they might feel 21 വയസ്സ് കൊച്ചുകുട്ടിയല്ലേ, നമ്മൾ പറയുന്ന പോലെ ചെയ്തോളൂ അങ്ങനെ. So how do you navigate these misalignments about yourself and what others think? ആ ഒരു ലെവൽ ഓഫ് മെച്യൂരിറ്റി വന്നിട്ടുണ്ടോ ഇപ്പം to handle that? I'm still learning through things. പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് പേഴ്സണലി നേരിട്ട് ഇന്നേ വരെ അങ്ങനത്തെ നേരിട്ട് എൻ്റെ മുഖത്ത് നോക്കി ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ബട്ട് ഒബ്വിയസ്ലി
ഞാൻ ആ ചെയർപേഴ്സൺ ആയ ടൈം തൊട്ട് സോഷ്യൽ മീഡിയയിൽ ഫുള്ളി കുട്ടിക്കൊന്നും അറിയില്ല, കുട്ടിക്ക് ഷീ സ്മൈൽസ് ടു മച്ച്, ഷീ സ്മൈൽസ് ടു ലെസ്, ഷീ ഹാസ് ഷോർട്ട് ഹെയർ, ഷീ എന്തൊക്കെയോ അങ്ങനെ കുറെ പ്രിജുഡൈസസ്, ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള കമന്റ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മുൻവിധിയോട് കൂടി കാണുന്ന കുറെ കാര്യങ്ങളും കമന്റ്സും ഉണ്ടായിരുന്നു. ബട്ട് ഞാനത് ഒത്തിരി എൻ്റെ തലയിലോട്ട് കയറ്റാതിരിക്കാനാണ് ശ്രമിച്ചത്. പിന്നെ കൗൺസിലിലേക്ക് വരുമ്പോൾ ഐ എം ഓൾസോ വെരി ലക്കി ടു ഹാവ് എൻ്റെ UDFന്റെ കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 14 of us ഇസ് വെരി സപ്പോർട്ടീവ് ഓഫ് മീ. എൻ്റെ എന്ത് കാര്യങ്ങളും ബാക്കപ്പ് ചെയ്യാനാണെങ്കിലും അഡ്വൈസസ് തരാനാണെങ്കിലും, ഇവൻ ഇൻക്ലൂഡിങ് മൈ ഫാദർ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഉണ്ട്. വൺ തിങ് അബൌട്ട് ദം ഇസ്, ഞാനിപ്പോൾ മുനിസിപ്പൽ ലോസ് ആൻഡ് ആക്ട് ഒക്കെ എനിക്ക് ബുക്കുണ്ട്, ഞാൻ അത് റെഫർ ചെയ്ത് പഠിച്ചു വരുന്നേ ഉള്ളൂ. എൻ്റെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ സിജി ആൻഡ് അവരൊക്കെ ആണെങ്കിൽ ദേ ആർ വെരി വെൽ എക്സ്പീരിയൻസ്, they already know it, which is very helpful. പിന്നെ ഇന്റിമിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോന്ന് കൗൺസിലിൽ വരുമ്പോൾ ദേ മൈറ്റ്, ബട്ട് ദെൻ അഗൈൻ ഐ ഹാവ് പീപ്പിൾ ടു ബാക്ക് മീ അപ്പ്. ഒബ്വിയസ്ലി മീഡിയയിൽ ചെല്ലുമ്പോൾ ഇത് ഒപ്പോസിഷൻ കൗൺസിലേഴ്സ് ആണെങ്കിലും നേരിട്ട് എന്നോട് ആ നോള് നന്നായിട്ട് ചെയ്തു എന്ന് പറയുന്നത് ഇൻ ദ ഫ്രണ്ട് ഓഫ് മീഡിയ they'll be like she's not doing anything, but that is very fine. I think that's politics, but I don't have an issue with all of them. After that, hi Andy, how are you doing? It's fine. Wow. I mean, I don't know, I mean, like our level of, at this age, to have that level of, ignore, you understand that and you still being able to smile at them എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു കഴിവ് തന്നെയാണ് അത്. To be able to know that, okay, this person is not wishing the best for me, but still it's okay എന്ന് പറയാൻ പറ്റുന്നത്, it comes with a lot of experience. So to have it at this young age എന്ന് പറയുന്നത്, it's truly admirable. And have you ever felt that life this should be your career, or is there something else that you want to do apart from this? കാരണം ഈ ഇന്ത്യൻ റുപ്പി സിനിമയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യൻ റുപ്പി അല്ലേ ഫഹദ് ഫാസിലിന്റെ ഒരു ഇന്ത്യൻ പ്രണയകഥയില് ഫഹദ് ഫാസിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് ഒരു ജോലി വെരി മച്ച് ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരു മൂവി ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ MBA പ്രിപ്പയർ ചെയ്യാൻ പോയായിരുന്നു. പൊളിറ്റിക്സ് ഒരിക്കലും ഒരു കരിയർ ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. I think the moment you see it as a career, you lose the focus of it, because അതൊരു വളരെ പബ്ലിക് സർവീസ് ആണ്, ഒരു ജനസേവനമാണ്. When you see it as a source of income, which is career, I think avada the meaning lost. I think then you are going to be focusing on other things rather than the development of it. Appo enna samachalathala I want a career. I am going to get an MPA sooner or later. That will happen in my life. Adinte oru personal dream, personal ആയിട്ട് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. Then after 5 years എനിക്കറിയില്ല, ഞാൻ പറയല്ലേ, I don't know what, ഞാൻ ഒരിക്കലും ലൈഫ് ഞാൻ പ്ലാൻ ചെയ്ത പോലെ പോയിട്ടില്ല. ഞാൻ +1+2 സയൻസ് ആയിരുന്നു, പിന്നെ ഞാൻ ഡിഗ്രി പഠിച്ചത് എക്കണോമിക്സാ, പിന്നെ ഞാൻ പൊളിറ്റിക്സിലേക്ക് വന്നു. സോ വളരെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ലൈഫാണ്. ബട്ട് ഐ വിൽ സീ വെർ ഇറ്റ് ഗോസ്. പക്ഷെ വെരി ഹോപ്പ്ഫുൾ, ചേച്ചി പറഞ്ഞ പോലെ നോക്കാം. Any early lessons that you've learned after coming to politics? After coming to, because it's 3 months out, it's too early. But do you think there are certain personally പറയുകയാണെങ്കിൽ ഒത്തിരി നെഗറ്റിവിറ്റി എങ്ങനെ കണ്ണടച്ച് വിടണം എന്ന് ഐ തിങ്ക് ഐ മീൻ ഷോർ ഇൻ ദ ബിഗിനിങ്, അല്ലെങ്കിൽ ഇപ്പൊ ടൈംസ് ദ എൻഡ് ഓഫ് ദ ടൈം ഓൺലി 22 ചില മീൻ കമന്റ്സ് കാണുമ്പോൾ വിഷമവും സങ്കടമാവും. അപ്പൊ പക്ഷെ അതിനകത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെയാണ്, ചിലപ്പം വളരെ ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ ഐ മൂഡി ആൻഡ് സംടൈംസ് യു ആർ മൂഡി ആൻഡ് യു സീ എ ബാഡ് കമന്റ്, ഇറ്റ് അഫക്ട്സ് യു മോർ. പക്ഷെ അതൊക്കെ ഒരു 3 months മുമ്പിൽ ഞാൻ കുറെ കൂടെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ആ കാര്യം മനസ്സിലാക്കാൻ, അതിന് ഉത്തരം പറയാനോ പറ്റുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് പറയാം. ഇപ്പൊ കാണുന്ന പലർക്കും ചിലപ്പോൾ അത് യൂസ്ഫുൾ ആവാം. ഇഫ് യു ക്യാൻ ടെൽ ലൈക്ക് ഹൗ ഡിഡ് യു കോപ്പ് അപ്പ് വിത്ത് ഇറ്റ്, വാട്ട് ഇസ് ദ തിങ്. നമ്മളൊരു കാര്യം കാണുമ്പോൾ നമ്മളോട് തന്നെ എന്ത് പറഞ്ഞിട്ടാണ് നമ്മളത് ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇഫ് യു ക്യാൻ ഐ തിങ്ക് വളരെ ഒരു എക്സാമ്പിൾ എടുത്തു പറയുകയാണെങ്കിൽ, വളരെ ബേസ്ലെറ്റ് നമുക്ക് നമ്മുടെ സത്യം അറിയാലോ. ലൈക്ക് ഇപ്പം ഞാൻ first council I was smiling to my fellow councillor and people were like ചിരിച്ചു കളിച്ച് സംസാരിക്കും, ഇതിനെ പിടിച്ചാണ് ചെയർപേഴ്സൺ ആക്കിയിരിക്കുന്നത്. And I was like, okay fine, maybe I should like be serious and everything. Appo when I don't, so you try to change? No, when I don't smile I keep a very straight face. And people were like, she's too arrogant. These are all in comments. So I know the person I am. So I know that I have to be true to myself. So the moment you are sure of what you are, ഞാൻ എന്ന വ്യക്തി ആരാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ വേറെ ആൾക്കാർ എത്രത്തോളം പറയുന്നു അതെന്നെ അത്രേ അഫക്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ ഞാൻ എന്നെ തന്നെ ഷുവർ അല്ലെങ്കിൽ
ദീസ് കമന്റ്സ് ലൈക്ക് ഞാൻ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, അങ്ങനത്തെ ഓരോ പ്രോബ്ലംസ് വരാം. സോ ഐ ട്രൈ ടു ബി ഷുവർ ഓഫ് മൈസെൽഫ്. ദെൻ ഓഫ് കോഴ്സ് എനിക്ക് എന്നെ പറ്റി ഡൗട്ട്ഫുൾ ഉള്ള ടൈമിൽ ഞാൻ എൻ്റെ വെൽ വിഷേഴ്സിനോട് ചോദിക്കും, ലൈക്ക് ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നത് നിനക്ക് താല്പര്യമല്ല, കുഴപ്പമുണ്ട്, ലെറ്റ് ദം സ്പീക്ക്. സോ വെരി സപ്പോർട്ടീവ് പീപ്പിൾ. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മളെ ബാക്ക് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വിഷമം പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ. ആൻഡ് ഐ ഡോണ്ട് ഗെറ്റ് ഒത്തിരി അലോൺ ടൈം. ഐ ഹാവ് ഇപ്പോൾ ഒരു ഒത്തിരി പബ്ലിക് സോ ഒരു എൻ്റെ തന്നെ ഒരു രാത്രി കിടക്കുന്നതിന് മുമ്പായിരിക്കും ഒരു റിഫ്ലക്ട് ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നത്. അപ്പോൾ റിഫ്ലക്ട് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ ഇതാണ് ചെയ്തത് ഇങ്ങനെയൊക്കെ. That's a very interesting point that you make, എന്ന് വെച്ചാൽ to reflect on oneself. And you said something really interesting എന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്രമാത്രം ഷുവർ ആണോ അത്രമാത്രം മറ്റുള്ളവരുടെ കമൻറ്റ്സ് നമ്മളെ ബാധിക്കില്ല, ബിക്കോസ് യു നോ ഹൂ യു ആർ എന്നുള്ളത്. ബട്ട് ഹൗ ഡസ് ദാറ്റ് കൈൻഡ് ഓഫ് ക്ലാരിറ്റി കം എന്ന് വെച്ചാൽ ലൈക്ക് ഇസ് ഇറ്റ് ഔട്ട് ഓഫ് കോൺസ്റ്റൻറ്റ് റിഫ്ലെക്ഷൻ ആസ് ടു ഞാൻ ശരിക്കും എനിക്ക് എന്താണ് ഇഷ്ടം, എനിക്ക് എന്ത് ചെയ്യണം, വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സണാലിറ്റി ഷുഡ് ഐ ബി, ഓക്കെ ഷുഡ് ഡു ഇസ് ദിസ് ചേഞ്ച് വർത്ത് ടേക്കിംഗ്. ഇപ്പം ഞാൻ ചിരിക്കാതെ ഇഫ് ഐ ഹാവ് ടു മേക്ക് ലൈക്ക് എ സ്ട്രേറ്റ് ഫേസ്, ഇസ് ഇറ്റ് എ ചേഞ്ച് ദറ്റ് ഇസ് worth it because I'm not that person. ആ രീതിയിലുള്ളൊരു റിഫ്ലെക്ഷൻ ചെയ്യാം. ചേച്ചി പറഞ്ഞാൽ റിഫ്ലക്ഷൻ മാത്രമല്ല കുറെ ട്രയൽ ആൻഡ് എറർ ഉണ്ട്. നമ്മളിപ്പം ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് നമ്മളുടെ ഹെയർ ചെയ്യുന്നല്ലേ, ചിലപ്പോൾ വി ട്രൈ ആൻഡ് ഫിഗർ ഔട്ട് വാട്ട് ഇറ്റ് ഈസ്. അതുപോലെ തന്നെ എസ്പെഷ്യലി ഈ ഏജ് ആണെങ്കിലും ഐ തിങ്ക് ഏതൊരു ഏജിലാണെങ്കിലും maybe you're in your 40s or 50s and you're trying to figure out who you are, and that's very fine. നമ്മൾ പഴയ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ you're stuck at your career and you want to do something else and you don't know where to start. So you try and find what you like and you fail so many times and maybe you will find something you like. I think such a beautiful thought, and even at any age you can do that എന്നുള്ളത് അല്ലേ. അതുകൊണ്ടല്ലോ എത്ര ആൾക്കാർ ഇഷ്ടമുള്ളാത്തൊരു ജോലി ആയിരിക്കും ചെയ്യുന്നത്. Then you go, then you അത് saying no, അല്ലെങ്കിൽ എനിക്കിത് knowing when to stop. ഇപ്പോൾ ഒരു ജോബ് ഈസ് കില്ലിങ് യു, പിന്നെ അതിൽ കണ്ടിന്യൂ ചെയ്യുന്നതിന് പകരം ഈ ജോലി നിർത്തിയിട്ട് എനിക്ക് വേറെ എന്തെങ്കിലേക്ക് കടക്കാൻ എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ്, ഐ ഡോണ്ട് തിങ്ക് മെനി പീപ്പിൾ ക്യാൻ ഗെറ്റ് ടു ഡു ദാറ്റ് ബിക്കോസ് ഒബ്വിയസ്ലി പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, വീട്ടിലെ സാമ്പത്തികം, എവറിത്തിങ്. ബട്ട് ലൈക്ക് ഇഫ് യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഇൻ യുവർ സെൽഫ് ടു സ്റ്റോപ്പ് ആൻഡ് ഗോ ആഫ്റ്റർ വാട്ട് യു ലൈക്ക്, അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് തോന്നുന്നു. ബുക്കൊക്കെ വായിക്കാറുണ്ടോ? ഇഷ്ടമാണ്. ഒത്തിരി ഇല്ല, ഇപ്പൊ സമയവും കുറവാണ് കിട്ടുന്നത്. But I try to because when you talk about what you like and you should pursue what you like, I was immediately ചിന്തിച്ചത് ഇക്കിഗായ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ്. ഇക്കിഗായ് എന്ന കോൺസെപ്റ്റ് ഐ ഡോണ്ട് നോ ഇഫ് യു ആർ അവെയർ, അതൊരു ജാപ്പനീസ് കോൺസെപ്റ്റ് ആണ്. ഇക്കിഗായ് is when you know what you like, okay, and what you're good at and what can get you money, okay, and where there are opportunities. ഇതെല്ലാം ഒരുമിച്ച് വരുന്നതാണ് നമ്മുടെ പേർപ്പസ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ആണ്. ഇക്കിഗായ് കംസ് ഇൻ ലൈക്ക് 4 circles. ഈ 4 circles ഒന്ന് വാട്ട് യു ലൈക്ക്, വാട്ട് യു ആർ ഗുഡ് അറ്റ്, ഓക്കെ, വാട്ട് ആർ ദി ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആൻഡ് വാട്ട് can generate your money for you and make ends meet. അതും വേണമല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചാരിറ്റി ആണ്, പക്ഷേ you can't get money out of it. How do you live? അപ്പം ഇതെല്ലാം ഒന്നിച്ച് വരുന്ന ആ സർക്കിൾസ് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ആ ഒരു ചെറിയ സ്പേസ് ഇൻ ദി സെന്റർ, ദാറ്റ് ഈസ് യുവർ പേർപ്പസ് എന്ന് പറയുന്നതാണ് ഇക്കിഗായ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സോ വെൻ യു സേ ദാറ്റ് I was reminded of that. When you like something, you go pursue that എന്ന് പറയുമ്പോഴും you should be able to identify exactly does it have an opportunity ഉണ്ടോ, അത് നമുക്ക് പറ്റുന്നതാണോ, ഫീസിബിൾ ആണോ എന്നുള്ളൊരു കാര്യം. അതാണ് ഞാൻ ചോദിച്ചത്. സോ ഇപ്പോൾ എല്ലാവരും everyone's behind branding, on social media. You need to brand yourself in a particular way. If you are in politics or in movies, whatever field you are, you need to sell yourself. You need to sell yourself, right? So do you believe in that? And if you were not a politician, would you have been an influencer on Instagram? Are you a type of personality? No, that's very far from my character. Okay. ഞാനും ആക്ച്വലി അത്യാവശ്യം പ്രൈവറ്റ് പേഴ്സൺ ആണ്. ഐ ഡോണ്ട് ഹാവ് എനി സോഷ്യൽ മീഡിയ. ഞാൻ അത്യാവശ്യം പ്രൈവറ്റ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ഐ ഡോണ്ട് ഗെറ്റ് ദാറ്റ്. ഒത്തിരിയും കൂടെ പബ്ലിസൈസ്ഡ് ആണെങ്കിൽ തന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. I don't, as much as I'm extroverted, I like my space. ഇപ്പം ആഫ്റ്റർ എ ഹെക്ടിക് ഡേ എനിക്ക് റൂംമേറ്റ്സ് ഇപ്പോൾ ഹോസ്റ്റൽസിലാണെങ്കിൽ ഞാൻ ഒത്തിരി പ്രിഫർ ചെയ്യില്ല, കാരണം വീട്ടിൽ വന്ന് എനിക്കൊരു സ്പേസ് വേണം. സോ ഐ ലൈക്ക് വാച്ച് വീഡിയോസ്, ഇൻഫ്ലുവൻസസ് വീഡിയോസ്, ഐ ലൈക്ക് പോഡ്കാസ്റ്റ് ആൻഡ് എവറിത്തിങ്. പക്ഷെ ഒരു ഇൻഫ്ലുവൻസർ ടൈപ്പ് വാസ് നോട്ട് ഫോർ മീ. ഐ ഡോണ്ട് നോ, അതിനുള്ള ഇതും ബോധം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല ടു ഗിവ് ടിപ്സ് ഓർ ലൈക്ക് പല തിങ്. I don't know, not for me. But I think you should do
intelligent kind of reels, and you might really do well. Because in the sense about what is it that works, what doesn't work, because there are some... that's the thing, right? എൻ്റെ ഏജ് അപ്പം അവിടെ ഫാക്ടർ ചെയ്യുന്നുണ്ട്. ഞാൻ ഒത്തിരിയും ഇഫ് യു ആർ ഗിവിങ് ടിപ്സ് ആൻഡ് അഡ്വൈസസ് പീപ്പിൾ വിൽ ടേക്ക് യു മോർ സീരിയസ്ലി. എൻ്റെ അഡ്വൈസസ് ഞാൻ കൊടുക്കുന്നത് നല്ലതാണെങ്കിൽ തന്നെ പീപ്പിൾ വിൽ ബി ഡൗട്ട്ഫുൾ ബിക്കോസ് ഇറ്റ്സ് കമ്മിങ് ഫ്രം മീ ആസ് എൻ ഒരു 22-year-old. പക്ഷെ ഞാൻ ഒരു ഇലക്ഷൻ പോലും ജീവിതത്തിൽ എനിക്കൊന്ന് 12ാം ക്ലാസ്സിൽ ഒരു ഹെഡ് ഗേളായിട്ട് നിന്ന ഒരു ഇലക്ഷൻ അല്ലാണ്ട് ജീവിതത്തിൽ ഞാൻ ജയിച്ചിട്ടില്ല. സോ ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവ് people can take you much more seriously than that, right? I mean, you have created history, so maybe you should consider that. But if that's not your energy, it's okay. But namla aru on the topic, I think I try to do it in public spaces. Social media പോകുമ്പോൾ I think too much negative energy ഉണ്ടെന്ന് തോന്നുന്നു. So I'd rather speak to public, which I do. ഞാൻ ഓരോ പ്രോഗ്രാംസ് അല്ലെങ്കിൽ പോകുമ്പോൾ ഓരോ കാര്യങ്ങളെ പറ്റി ഇപ്പം ഹൗ ടു ലിവ് ഓർ ഹൗ ടു സ്മൈൽ ഓർ അങ്ങനത്തെ എൻ്റെ ടോപ്പിക് അനുസരിച്ച് ഐ ലൈക്ക് ടോക്കിംഗ് ഇൻ പബ്ലിക്. അതൊരു എന്താ പറയുക, ഇപ്പം ഷൂട്ട് ചെയ്ത് അതിനുള്ള എനർജിയും ടൈമും എനിക്കില്ല. അതുകൊണ്ടാണ് ഐ ലൈക്ക് ടോക്കിംഗ്, ഐ ലൈക്ക് സ്പീക്കിംഗ് അബൌട്ട് തിങ്സ്. ഇങ്ങനെ ഒന്ന് സംസാരിക്കാനാണ് ഇഷ്ടം ബിക്കോസ് യു ആർ ഡൂയിങ് ദ വർക്ക്. ഐ ജസ്റ്റ് ഹാവ് ടു സ്പീക്ക്. ഐ ആം ഡൂയിങ് ദ വർക്ക് എന്നല്ലേ. But see, even before you came into politics and all of that, as a person, has there been ഒരു success formula അല്ലെങ്കിൽ ഒരു റെസിപ്പി ഫോർ സക്സസ് ദാറ്റ് ഇസ് ഓൾവേസ് വർക്ക് ഫോർ യു? ഇങ്ങനെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ എനിക്ക് എപ്പോഴും വർക്കൗട്ട് ആവാറുണ്ട് എന്ന് തോന്നിയ, അത് നമുക്ക് പെട്ടെന്ന് വരില്ല. നമുക്ക് ട്രൈ ചെയ്ത് ചിലപ്പോൾ ഒന്ന് ഇപ്പോൾ വർക്കൗട്ട് ആവുന്നൊരു കാര്യം നാളെ ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല. അങ്ങനെ പലതവണ ട്രൈ ചെയ്ത് കിട്ടുന്നൊരു പാറ്റേൺ ആയിരിക്കും നമ്മുടെ സക്സസ് ഫോർമുല എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുക. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ സക്സസ് ഫോർമുല in your life, and that again comes with experimenting a lot, and then at the end you understand that okay, this is one thing that's constantly helped me. Maybe it is ende honesty has always helped me, അല്ലെങ്കിൽ ende integrity has always helped me. എപ്പോൾ ഞാൻ എൻ്റെ honesty ഒന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടോ അതെനിക്ക് ശരിയായിട്ടില്ല. സോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. അല്ലെങ്കിൽ it could be one person, whenever this person has advised me, it's helped me, so I should always. So അങ്ങനെ എന്തെങ്കിലും ഒരു പാറ്റേൺ എപ്പോഴെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ is there anything that you a value or or one of your strengths or a skill that has always helped you win in life? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? Or is it important to have something like that? I'm still learning. I think ഒരു 28-year-old അത് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സ്റ്റിൽ ഫിഗറിങ് ഔട്ട് ആണ്. ഞാൻ ഈ ഒരു ഇതിലെ പൊസിഷനിൽ വരുന്നതിന് മുമ്പ് I was clueless about my life because even കരിയർ വൈസ് ഞാൻ വളരെ സ്ട്രെസ്ഡ് ആയിരുന്നു. ബിക്കോസ് വെയർ ടു ഗോ, ഹൗ ടു ഗോ, ബിക്കോസ് MBA എക്സാംസിൻ്റെ ടെൻഷൻ, അതിൻ്റെ പ്രിപ്പറേഷൻ. അതിന് മുമ്പ് കോളേജ് ലൈഫ് വളരെ ചില്ലായിട്ട് ഫ്രണ്ട്സ് അതായത്. സോ ഫോർ മീ സക്സസ് ഹാസ് ഓൾവേസ് എന്താ പറയുന്നത്, ഇറ്റ്സ് നോട്ട് അബൌട്ട് എൻ്റെ അക്കാഡമിക്സ്. ഞാൻ വളരെ 10ലും +2ലൊക്കെ വളരെ നല്ല മാർക്സ് ഉണ്ടായിരുന്നു. കോളേജ് ചിൽ ലൈഫ് ആയിരുന്നു. പക്ഷെ അന്ന് പറഞ്ഞാൽ ഒത്തിരിയും ഒരു അക്കാഡമിക് വൈസ് ഉള്ള മാർക്സ് ആണ് എൻ്റെ സക്സസ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അത്രയും സീരിയസ് അല്ലായിരുന്നു. മേ ബി പേരൻസ് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല, ബട്ട് അത്രയും ഞാൻ അക്കാഡമിക്സിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലായിരുന്നു. കോളേജ് എക്സാംസ് ഫോർ മീ സക്സസ് എന്ന് പറഞ്ഞാൽ ഐ ഷുഡ് ബി ഹാപ്പി. എൻ്റെ ഒരു ഇത് ഫോർ മീ സക്സസ് മീൻസ് ഹാപ്പിനെസ്. വെദർ യു ആർ ഹാപ്പി, that's what success means to me. അപ്പം അത് വെളിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക്, ഇപ്പോൾ ഞാൻ ഒത്തിരിയും നല്ല കോളേജിലല്ല പഠിക്കുന്നതെങ്കിൽ ഫോർ ദം ദാറ്റ് മീൻസ് ഷീ ഈസ് നോട്ട് സക്സസ്ഫുൾ. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ ഹാപ്പി ആണെങ്കിൽ ഐ എം സക്സസ്ഫുൾ. ഇതാണ് എൻ്റെ ഒരു, ആസ് ലോങ് ആസ് ഐ ഹാവ് ഗുഡ് പീപ്പിൾ, ഗുഡ് ഫ്രണ്ട്സ് ഇൻ മൈ ലൈഫ്, ആൻഡ് ഐ എം ഹാപ്പി ആൻഡ് ഐ എം ഡൂയിങ് സംതിങ് ഐ ലൈക്ക്, ആൻഡ് ഐ എം നോട്ട് ഫോഴ്സ്ഡ് ടു ഡു സംതിങ്, I'm happy, I'm good, I'm successful. I was talking to Miss Methil Renuka. She is the managing editor of Forbes. The Success369, one of the hit podcast. And I asked her the same question. She said exactly the same thing, that എല്ലാവരും വിചാരിച്ചു ലൈക്ക് സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ റാങ്ക് ഹോൾഡർ ആവുന്നതും അതാണ് സക്സസ് എന്ന കാര്യം, അക്കാഡമിക് സക്സസ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. ബട്ട് ഷീ വാസ് ഇൻ ടു ഷീ യൂസ് ടു മാഗസിൻസ് ഒക്കെ ഹൈഡ് ചെയ്ത് വായിക്കേണ്ട, ടെക്സ്റ്റ് ബുക്സിൻ്റെ അവിടെ ഹൈഡ് ചെയ്ത് മാഗസിൻസ് വായിക്കേണ്ടത് വന്നിട്ടുണ്ട് ടു നോ അബൌട്ട് വാട്ട് ഇസ് ഹാപ്പനിങ് അറൌണ്ട് ദി വേൾഡ്, ന്യൂസ് പേപ്പേഴ്സ് ആണെങ്കിലും എന്താണ്. ബിക്കോസ് പീപ്പിൾ യൂസ് ടു തിങ്ക് സക്സസ് ഇസ് വെൻ യു ആർ ഗുഡ് ഇൻ അക്കാഡമിക്സ്. ആൻഡ് നമ്മൾ പഠിത്തത്തിൽ നമ്മുടെ ഒരു മെന്റാലിറ്റി ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു ടൈം ആയിരിക്കും. ഇപ്പോൾ അത് മാറുന്നു. ഐ തിങ്ക് യങ്ങർ ജനറേഷൻ ഇസ് അറ്റ്ലീസ്റ്റ് ട്രൈങ് ടു ഫൈൻഡ് ദെയർ ഓൺ സ്പേസ്. പക്ഷെ ഐ തിങ്ക് അവിടെയും സ്റ്റോപ്പ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. നീ ഇന്ന കോളേജിൽ പഠിച്ചില്ലെങ്കിൽ യു ആർ നോട്ട് സക്സസ്ഫുൾ. ലൈക്ക് ഐ തിങ്ക് ഈവൻ നമ്മള് കുഞ്ഞു പിള്ളേരാണെങ്കിലും സെക്കൻഡ് റാങ്ക്, എനിക്ക് ക്ലാസ്സിൽ സെക്കൻഡ് റാങ്ക് കിട്ടിയപ്പോൾ വൈ ആർ യു നോട്ട് ഫസ്റ്റ് എന്ന് പല പേരൻസും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ തിങ്ക് ദാറ്റ്
puts too much pressure on the Of child. course, but I think it's changing. ഞങ്ങളുടെ ജനറേഷൻ ഓഫ് പേരന്റിങ് തന്നെ അത് കുറെ change ചെയ്തു. Yeah. അപ്പൊ ഇനി നിങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് അത് നല്ലോണം ചേഞ്ച് വരുന്നുണ്ട്. So tell me, Pala is your territory, right? So I think for every person to be successful, their comfort territory is important. അല്ലെ അവർ ഏറ്റവും സക്സസ്ഫുൾ ആവുന്ന ഒരു ഇപ്പോൾ നമ്മുടെ എന്താ പറയുക മഹാത്മാഗാന്ധിജിയുടെ കാര്യം എടുത്താൽ തന്നെ സൗത്ത് ആഫ്രിക്കയിലാണ് കൂടുതലും ടൈം ചിലവഴിച്ചത്. ദെൻ ഇന്ത്യയിൽ വന്നിട്ടാണ് ഇറ്റ് ഈസ് ഇൻ ഇന്ത്യ ദാറ്റ് ഹി ഫൗണ്ട് ഹിസ് ഹിസ് സ്പേസ് ടു മേക്ക് എ മീനിങ് ഫുൾ ചേഞ്ച് എന്ന് പറയുന്നത്. സോ Pala, how close is Pala? I mean, of course, it must be so close to your heart. But what is your dream, Pala? I'll start with what Pala means to me. ഞാൻ ഭയങ്കര ഒരു ബേസിക്കലി ഒരു പാലക്കാരിയാണെന്ന് തന്നെ പറയാം. ബിക്കോസ് ഞാൻ ചെന്നൈയിൽ പഠിക്കാൻ പോകുമ്പോൾ വൺ തിങ് മൈ ഫ്രണ്ട്സ് ഓൾവേസ് എന്നോട് കളിയാക്കുന്നത് പാലക്കാരോട് നിങ്ങൾ വീട് എവിടാന്ന് ചോദിച്ചാൽ എനി സ്റ്റേറ്റ് നിങ്ങൾ അവരോട് ചോദിച്ചാൽ പാല എന്നേ പറഞ്ഞുള്ളൂ. They wouldn't say കോട്ടയം. അതർ പീപ്പിളിനോട് ചോദിച്ചാൽ ദിൽബിലേക്ക് ഫസ്റ്റ് കോട്ടയം, കോട്ടയത്ത് എവിടെ കാഞ്ഞിരപ്പള്ളി അങ്ങനെ പോകുന്നത്. ഞങ്ങളോട് ചോദിച്ചാൽ നേല ഇപ്പൊ ദിൽബിലേക്ക് നിങ്ങൾ പാലക്കാർക്ക് എന്ത് ഇത്ര ഹുങ്ക, നിങ്ങൾക്ക് എന്ത് ജാട, നിങ്ങൾ എന്തോ വലിയ ആളാന്നാ വിചാരം. പാലക്കാർ ഹാസ് they're very too proud of it. Like you are, whether you ask me or Rimi Chichi, you ask, oh, നിങ്ങൾ എവിടെ പാലക്കാര. What is it about Pala? I don't know, we are കുറച്ച് too proud about our place. ഐ തിങ്ക് ഒരു ഞങ്ങളുടെ സ്ഥലത്തേക്ക് കിട്ടുന്നൊരു വെൽക്കമിങ് അല്ലെങ്കിൽ ഒരു എന്നോട് ചോദിച്ചോ എന്നാ പറയാനെന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു ഇത്. സി തിങ്ക് ഇസ് ഐ വാസ് ഇൻ കൊച്ചി ഫോർ ഫ്യൂ മന്ത്സ്. ഞാൻ ഈ MBA കോച്ചിങ്ങിലായിരുന്നപ്പം ഐ കുറച്ച് സ്ട്രഗിൾ ബിക്കോസ് പീപ്പിൾ ആർ ടു ബിസി ടു ഹാവ് എ ഫ്രണ്ട്ലി കോൺവെർസേഷൻ. അല്ലെങ്കിൽ കുറച്ച് ഞങ്ങളുടെ അത്രയും വെൽക്കമിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇച്ചിരി സ്മൈൽ ചെയ്താൽ സം പീപ്പിൾ സ്മൈൽ, പക്ഷെ ലൈക്ക് they're too busy. ഈവൻ ഒന്ന് വണ്ടി എടുക്കുന്നതാണേലും പീപ്പിൾ ആർ നോട്ട് പേഷ്യന്റ്. ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് അയാളെ കടത്തി വിടാനുള്ളൊരു എല്ലാവരും ഭയങ്കര ബിസി. അവിടെ ഐ തിങ്ക് പല കുറച്ചുകൂടെ ലെയ്ഡ് ബാക്ക്, കുറച്ചും കൂടെ. ജസ്റ്റ് ഇന്ററപ്റ്റിംഗ് യു ദേർ. ദിയ ആക്ച്വലി ഇപ്പം ഒരുപാട് അക്രോസ് കേരള ട്രാവൽ ചെയ്യുന്നുണ്ടാവുമല്ലോ. ഇനോഗ്രേഷൻസ്, ടോക്ക്, സ്പീച്ചസ്, ഒരുപാട് വേദികൾ. ഇപ്പം ഇലക്ഷനും കൂടെ വരികയാണ്. സോ ദെർ മസ്റ്റ് ബി സോ മെനി തിങ്സ് ദാറ്റ് യു ആർ കവറിംഗ്. സോ വാട്ട് ഇസ് ദ വൺ ബിഗസ്റ്റ് ചേഞ്ച് ദാറ്റ് യു ഹാവ് നോട്ടീസ്ഡ് ഫ്രം എന്റെ പാലയിൽ ഇങ്ങനെയല്ല ഒരു സംഭവം പറഞ്ഞതാണോ അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ? One is how people, I think generally people പാലയിൽ കുറേ കൂടെ ഫ്രണ്ട്ലിയർ, ഹാപ്പിയർ പീപ്പിൾ. ആൻഡ് ഐ തിങ്ക് ദി അതർ വൺ ഇസ് വെള്ളം. എനിക്ക് വേറെ എവിടുത്തെ വെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് വ്യത്യാസം. പീപ്പിൾ, ഞാൻ ചെന്നൈയിൽ ഇത് ആൾക്കാരോട് പറയുമ്പോൾ ദൽവിലേക്ക് എന്തോ ഈ പറയുന്നത് വെള്ളം എല്ലാം ഒരേ സ്വാദല്ലേ, വെള്ളത്തിന് ടേസ്റ്റ് ഉണ്ട്. അപ്പൊ പാലയില് നല്ല വെള്ളം, ഞാൻ വീട്ടിലാണെങ്കിൽ കിണറിലെ വെള്ളം. ഐ എം വെരി യൂസ്ഡ് ടു ദാറ്റ്. അപ്പം പിന്നെ ഞങ്ങളുടെ ഫുഡ്, ഞങ്ങൾക്ക് ബീഫ്, പോർക്ക്, ചിക്കൻ എല്ലാം എന്ത് ഫെസ്റ്റിവൽ ആണെങ്കിലും, ഓണാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഒരേപോലെ സെലിബ്രേറ്റ് ചെയ്യും പാലക്കാർ. ഞങ്ങളുടെ ജൂബിലി ആണെങ്കിലും. സോ വി ആർ ഓൾ വെരി ക്ലോസ് ആൻഡ് ഇന്റർകണക്റ്റഡ്. യാ, ഐ തിങ്ക് ദാറ്റ് ഫീലിംഗ് എനിക്ക് പാലായി വരുമ്പോൾ ഐ എം സോ ഹാപ്പി. And what is your dream പാല എന്ന് പറഞ്ഞാൽ, സി ആസ് മച്ച് ആസ് ഞാൻ എന്തൊക്കെ ഗ്ലാമറൈസ് ചെയ്ത് പാലായി പറയുമ്പോഴും ഐ ഹാവ് ടു അഡ്രസ് ദ കോർ ഇഷ്യൂസ്. പാലയ്ക്ക് പല പല ഇഷ്യൂസ് ഉണ്ട്, സ്ട്രക്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തേണ്ട ഇഷ്യൂസ് ഉണ്ട്. ഈവൻ പല മുനിസിപ്പാലിറ്റി എടുക്കുകയാണെങ്കിൽ വി ആർ ഗോയിങ് ത്രൂ എ ഹ്യൂജ് ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്ന് തന്നെ പറയാം. ഞങ്ങൾക്ക് വാട്ടർ അതോറിറ്റിക്ക് വി ഹാവ് ലൈക്ക് 6.5 crores ഡെപ്റ്റ് ടു വാട്ടർ അതോറിറ്റി. സോ അതുകൊണ്ട് പബ്ലിക് ടോയ്ലറ്റ്സിൽ വെള്ളം ഇല്ല, അവർ കണക്ഷൻ കട്ട് ചെയ്തുകൊണ്ട് പോയിക്കുന്നു. ക്ലീനിങ് സ്റ്റാഫിനെ എടുക്കാൻ അവർക്ക് സാലറി കൊടുക്കാൻ മന്ത്ലി പറ്റത്തില്ല. ബേസിക് തിങ്സ്. ഓർ വർക്കേഴ്സിന് നമ്മൾ NPS അടയ്ക്കുമല്ലോ, അത് അവരുടെ 1.5 വർഷം കുടിശ്ശികയുണ്ട്. സോ ദർ ആർ സോ മെനി ഇഷ്യൂസ് ദാറ്റ് ഐ ഹാവ് ടു അഡ്രസ്. അപ്പം ഇങ്ങനത്തെ കോർ ഇഷ്യൂസ് ഫിക്സ് ചെയ്യാണ്ട് പല ഒരു ചെയ്ത് കാണിച്ചാൽ മാത്രം അവിടുത്തെ പ്രശ്നങ്ങൾ തീരില്ല. എത്രത്തോളം ഹൈഡ് ചെയ്ത് ശ്രമിച്ചാലും പലർക്ക് കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പം അതൊക്കെ ഫിക്സ് ചെയ്യണം. അല്ലെങ്കിൽ ഞങ്ങളുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സർക്കാരാണ് തരേണ്ടത്. വി ആസ്ക് ഫോർ ലൈക്ക് ഒരു കാർഡിയോളജിസ്റ്റ് ഫോർ ഗോഡ് നോസ് ഹൗ, ഇത്രയും നാളായിട്ട് തന്നിട്ടില്ല, സർക്കാർ തന്നിട്ടില്ല. അപ്പം ഒരു കാർഡിയോളജിസ്റ്റിനെ പോലും ഞങ്ങൾക്ക് ഇല്ല എന്നുള്ളത് ഞാൻ വളരെ സങ്കടത്തോടെയാണ് പറയുന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഞങ്ങളെ ഒത്തിരി കുറച്ച് ആൾക്കാരോട് ചോദിച്ചാണ് ഒരു ഓൺകോളജിസ്റ്റിനെ കിട്ടിയത്. സോ അങ്ങനെ വി ഹാവ് ടു മേക്ക് പാല ബെറ്റർ. ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യം ആൾക്കാർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബേസിക് ലൈഫ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്തിട്ടേ ഇവിടെ വേറെ എന്തെങ്കിലും ഒരു വലിയ വലിയ കാര്യങ്ങൾ എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം പാലയിൽ ഇപ്പം മഴ പെയ്തു അപ്പം തന്നെ ഫ്ലഡ് ആവും. അതിന് പ്രോബ്ലം പരിഹരിക്കാൻ അവിടെ കാര്യങ്ങളുണ്ട്. സോ ഐ ഹാവ് ടു ഡു ദാറ്റ് പ്രൊജക്ട്സ്. കുറച്ച് ടൂറിസം ആയിട്ടാണെങ്കിലും ഡെവലപ്പ് ചെയ്യണം. ബേസിക്കലി അടിസ്ഥാന സൗകര്യം. മറ്റേ
hierarchy ille pyramid Maslow's, law. start from that basic shelter, food, Yeah. housing, healthcare, education കൊടുക്കുക, then you move forward to bigger things. എൻ്റേതും ഞാൻ ചെയർപേഴ്സൺ ആയിട്ട് ഇറക്കുമ്പോൾ ഐ ഹോപ്പ് പീപ്പിൾ കുറച്ചുകൂടെ ഹാപ്പിയർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ലൈഫ് കുറച്ചുകൂടി ഈസിയർ ആക്കി. ഈവൻ ഞാനാണേലും ഒരു ബസ് സ്റ്റാൻഡിൽ പോകുമ്പോൾ അവിടെ ഫാനും ലൈറ്റും പോലും ഐ വോണ്ട് ഫീൽ സേഫ്. ഒരു ഈ ചൂടത്തേനോ കുറച്ചുകൂടെ ആൾക്കാരുടെ ലൈഫ് മെച്ചപ്പെടുത്തണം. You are a woman, right? And we കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ we went through a radical change in how genders are seen, in the sense that there's a lot of conversations under that about gender equality, and women should be equally treated and all of that. In terms of opportunities, yes, but there's a lot of misuse around how much women should be given importance. And പുരുഷന്മാരിലുള്ളത് പോലെ തന്നെ സ്ത്രീകളുടെ ഇടയിലും there are good and bad, രണ്ടും ഉണ്ട്, like any human being, അല്ലേ? But as a woman, and as a woman representative from the Gen Z, most talked about Gen Z community, Gen Z ആണ് ഇപ്പോഴും എല്ലാവരും സംസാരിക്കും, I'll get to that. But as a woman from that, in the latest generation, how do you view that? എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും what is equality and what is feminism to you, or what is success for a woman according to you? I'm a feminist, and for my definition, or what I think feminism actually means is equality. എന്നെ സംബന്ധിച്ചിടത്തോളം ഫെമിനിസം എന്ന് പറയുന്നത് ഇക്വാലിറ്റി ആണ്. അതിനകത്ത് സ്ത്രീകളുടെ ആധിപത്യമോ പുരുഷങ്ങളെ അങ്ങനത്തെ ഒരു ഇതൊന്നും അല്ല. ബേസിക് ഡെഫിനേഷൻ ഇസ് ഇക്വാലിറ്റി. ഞാനും അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. സോ ഐ വിൽ ബി എ ഫെമിനിസ്റ്റ്. പക്ഷേ നമ്മൾ പറയുമ്പോൾ men and women are equal. പക്ഷെ ബയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ട്, ബയോളജിക്കൽ അഡ്വാൻറ്റേജസ് മെൻ ഉണ്ട്. എനിക്കിപ്പോൾ എൻ്റെ പ്രായത്തിലുള്ളൊരു ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ ഹിൽ മച്ച് മോർ സ്ട്രോങ്ങർ ദാൻ മീ, എത്രത്തോളം പറഞ്ഞാലും ഒബ്വിയസ്ലി. സോ ദർ ആർ അങ്ങനത്തെ ഡിഫറൻസസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ബട്ട് നമ്മളുടെ സൊസൈറ്റിയിൽ ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ സെയിം ജോബ്, ചേച്ചി ചെയ്യുന്ന സെയിം ജോബ് ഒരാൾ ചെയ്യുകയാണെങ്കിൽ യു വാണ്ട് ടു ബി പെയ്ഡ് ദ സെയിം. അല്ലെങ്കിൽ ചേച്ചി ഒരു വർക്ക് ഫോഴ്സിൽ പോകുമ്പോൾ ഈവൻ ഇഫ് നിങ്ങൾ 2 പേരെ പെൺകുട്ടികൾ, യു സ്റ്റിൽ എക്സ്പെക്ട് ദാറ്റ് ടു ബി എ വുമൻസ് ടോയ്ലറ്റ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സേഫ്റ്റി, സെക്യൂരിറ്റി, ജസ്റ്റ് ഈക്വൽ റെപ്രസെൻറ്റേഷൻ. നമ്മൾക്കറിയാം നമ്മളുടെ ഏത് മേഖല എടുത്താലും ഒരു റെപ്രസെൻറ്റേഷൻ കുറവാണ്. ഈവൻ ഇൻ പോളിറ്റിക്സ് നമുക്കറിയാം വി ഡോണ്ട് ഹാവ് എ വുമൻ ചീഫ് മിനിസ്റ്റർ യെറ്റ്. അതിന് അർഹരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, ബട്ട് വൈ വെർ ദേ ഇത്, അല്ലെങ്കിൽ വി ഓൺലി ഹാവ് ലൈക്ക് വാട്ട് 1 woman prime minister, 2 women presidents. Why is that? Or even സ്പോർട്സിലാണെങ്കിലും നമുക്കറിയാം നമ്മളുടെ ആൺകുട്ടികളെ കുറേ കൂടെ നമ്മൾ സ്പോർട്സിന് വിടും, നൈറ്റിൽ കോച്ചിങ് ഉണ്ടെങ്കിൽ അവരെ വിടും, ബട്ട് പെൺകുട്ടികളെ നമ്മൾ വിടില്ല. ദാറ്റ് ഇസ് ബിക്കോസ് സേഫ്റ്റി ഒരു കൺസേൺ ആണ്, അത് റിയാലിറ്റിയാണ്. സോ വി ഹാവ് ടു അഡ്രസ് ദാറ്റ് ഫസ്റ്റ്, മേക്ക് എന്താ പറയുന്ന സ്പേസ് സേഫർ ഫോർ വുമൻ. ആൻഡ് ഇറ്റ്സ് നോട്ട് ലൈക്ക് എന്താ പറയുന്നത്, അതേസമയം കുറെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ലോസ് വിമനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ അത് മിസ്യൂസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ സോ ദാറ്റ് ഹാസ് ടു ബി പ്രൊട്ടക്റ്റഡ്. ദർ ഹാസ് ടു ബി ഈക്വൽ റൈറ്റ്സ് ഫോർ പീപ്പിൾ. ഒരേപോലെ 2 ആൾക്കാരെയും ഒരേപോലെ കൊണ്ടുവരണം. ദാറ്റ്സ് എ ലോങ് വേ. ഇന്ന് ഒരു ലോ ഉണ്ടാക്കി നാളെ ഏത് ലോയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഫോൾട്ട് ഉണ്ട്. നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ മാറ്റം വരേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ബട്ട് ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ആൻഡ് വുമണിന് സേഫർ ആകണം, കുറേ കൂടെ ഹെൽത്ത് കെയർ ആണെങ്കിലും അക്സസിബിൾ ആവണം. നമ്മൾക്കറിയാം നമ്മൾ വുമൺ ഒത്തിരി ഹെൽത്ത് നോക്കാത്ത ആൾക്കാരാണ്. എന്തെങ്കിലും ഡോക്ടറിന്റെ അടുത്ത് പോയേ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ, ഐ മീൻ ഇഫ് യു ആസ്ക് എ വുമൺ വെൻ വാസ് എ ലാസ്റ്റ് ടൈം യു ഗോട്ട് എ ചെക്കപ്പ്, ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ യു ഡോണ്ട് നോ. ഓർ നമ്മൾക്കുള്ള റൈറ്റ്സ്, അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്സ്, പാഡ്സ്, ഇതിന്റെ ഒക്കെ ഡിഫറൻസസ്, യു ആർ വെരി അൺഎഡ്യൂക്കേറ്റഡ് അബൌട്ട് എ ലോട്ട് ഓഫ് തിങ്സ്. ടാബു ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ പറയുന്ന പോലെ പീരിയഡ്സ് പോലത്തെ വളരെ സിമ്പിൾ ടോപ്പിക്സ് പോലെ ഇപ്പോഴും ഒരു ഓപ്പൺ, അതൊരു ടാബു ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു ജനറേഷൻ ഷിഫ്റ്റ് വരുത്തണം. ഒരു അല്ലെങ്കിൽ എന്നെയൊക്കെ ആണെങ്കിലും നമ്മൾക്കിപ്പോൾ വെളിയിൽ പോയി നമ്മളെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ഒരു 30-50 years മുമ്പ് സ്ത്രീകൾക്ക് വെളിയിൽ പോയി പഠിക്കാൻ പറ്റിയിരുന്നു, അല്ലെങ്കിൽ ഒരു വി ഡിഡ്ന്റ് ഹാവ് ദ റൈറ്റ് ടു വോട്ട്, സതി എക്സിസ്റ്റഡ്, ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഉണ്ടാകാൻ നമ്മൾക്ക് അനുവാദം ഇല്ലായിരുന്നു. സോ വി ഹാവ് ഓൾവേസ് ഫോട്ട് ഫോർ അവർ റൈറ്റ്സ്. അപ്പം So we have to always fight എന്നുള്ളൊരു ഇതുണ്ട്. We need to, it doesn't come automatically. It's not about fighting men, it's about fighting ആ ഒരു സിസ്റ്റം, ഓർ നമ്മൾ എന്താണ് അവിടുത്തെ ഇഷ്യൂ ആണ് അഡ്രസ് ചെയ്യേണ്ടത്. അല്ലാതെ ആൾക്കാരെ കൂടുതൽ സ്ത്രീകളും പുരുഷനും സ്ത്രീ ആയതുകൊണ്ട് മാത്രം നല്ല ഇത് ചെയ്യും, അല്ലെങ്കിൽ സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഈ കുട്ടി, അങ്ങനെ ഒരിക്കലും ഇല്ലല്ലോ. It depends on the person, but you have to, I think it's a long way to go. It's a long way, and I think you put it across in a very raw, realistic way, because
I think deep down within you also, I could sense that, you feel that അങ്ങനെ ഒരു വ്യത്യാസം കാണേണ്ട ആവശ്യമേ ഇല്ല. പുരുഷനാണെങ്കിലും justice is same for whether it be man or woman. Why you even differentiate? അത് ജെൻഡറിന് എന്തോടെ ഇമ്പോർട്ടൻസ്, അവിടെ വാട്ട് they did or what they are going to do, അതല്ലേ കൂടുതൽ. While at the same time you are acknowledging the fact that there are safety issues and there are സ്ത്രീകളുടേതായ ഫിസിയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ട് പുരുഷന്മാരിൽ നിന്നും. അത് അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ യു ഹാവ് വെരി ക്ലിയർലി വളരെ റോ ആൻഡ് ഒറിജിനൽ ആൻഡ് റിയൽ ആയിട്ടാണ് യു ഹാവ് സെഡ് ഹൗ ഫെമിനിസം ഒട്ടും എന്താ പറയുക ഓവറാക്കാതെ ഫെമിനിസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇസ് ഇറ്റ് ഈസി ഫോർ എ വുമൻ ടു ബി സക്സസ്ഫുൾ? വൈ ഐ എം ആസ്കിങ് യു ഇസ് യു ഹാഡ് ദിയ ഇപ്പം 2-3 കാര്യങ്ങളിൽ ഇത്രയും എല്ലാവരെയും സർപ്രൈസ് ചെയ്തു. ഒന്ന്, അറ്റ് ദിസ് യങ് ഏജ് യു ഗോട്ടൻ ഇൻ ടു പൊളിറ്റിക്സ്, ആൻഡ് സെക്കൻഡ് ഇസ് യുവർ എ ഗേൾ, എ യങ് വുമൻ ഗെറ്റിംഗ് ഇൻ ടു പൊളിറ്റിക്സ്. സോ ഹാസ് ദീസ് തിങ്സ്, ഏജിൻ്റെ കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചു, ബട്ട് ആസ് എ വുമൻ, ആസ് എ ജെൻഡർ, ആ ഒരു വുമൺ ആണ് എന്നുള്ളൊരു ഇത് എപ്പോഴെങ്കിലും ഈ കഴിഞ്ഞ 3 മാസത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഇലക്ഷൻ നിൽക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ പോലും ആരെങ്കിലും പിന്തിരിപ്പിക്കാനോ, അതായത് മോളെ ഇപ്പൊ 21 വയസ്സായില്ലേ, ഇനിയിപ്പോ കല്യാണമൊക്കെ ആലോചിക്കേണ്ട സമയമല്ലേ, ഇനി ഇലക്ഷനൊക്കെ നിന്ന് ഇനി ഏത് കാലത്ത്, ഇനി 5 വർഷം പോയി, ഇനി എപ്പോ കല്യാണം കഴിക്കും, എപ്പോ കുട്ടികളാവും, എപ്പോ സെറ്റിൽ ആവും, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മളോട് മാത്രം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ. ഞാൻ ഇടയ്ക്ക് ആലോചിക്കണം, ഞാൻ കേൾക്കുന്ന കുറെ കമന്റ്സ് അല്ലെങ്കിൽ ഇഷ്യൂസ്, ലൈക്ക് ഞാനൊരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് നെവർ ഹേർഡ്, ലൈക്ക് ഞാൻ പറയാം നേരത്തെ പോലത്തെ കമന്റ്സ്, ചിരിച്ചു ചിരിച്ചില്ല, ഇതൊക്കെ ആരാ നോക്കുന്നേ, യുനോ ചിരി അത്രയും സുന്ദരമായ അങ്ങനത്തെ കുറെ ചില സ്റ്റുപ്പിഡ് തിങ്സ് കേൾക്കുമ്പോൾ ഞാൻ ലൈക്ക് ഒരു ആൺകൊച്ചായിരുന്നു, ഇത് ഒരിക്കലും കേൾക്കേണ്ടി വരില്ലായിരുന്നു. ആൻഡ് വി ആർ ഓൾസോ ബ്രോട്ട് അപ്പ് പിന്നെ അങ്ങനത്തെ ഒരു ഇത് സിസ്റ്റം, റൈറ്റ്? വീട്ടിൽ ഞങ്ങൾ 2 പെൺപിള്ളേർ മാത്രമാണ്. യു ആർ ഓട്ടോമാറ്റിക് ലൈക്ക് ഇനി അടുത്തത് ആരാ ലെഗസി ക്യാരി ചെയ്യും എന്നുള്ളൊരു കൺസേൺ ആൾക്കാരില്ലല്ലോ, ലെഗസി. അത് നമ്മൾക്കറിയാം, ഒരു വാണ്ടിങ് എ ബോയ് ചൈൽഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ യു വുഡ് റാദർ ഹാവ് യുവർ ബോയ് ചൈൽഡ് ടേക്ക് ഓഫ് യുവർ ബിസിനസ് ദാൻ യുവർ ഗേൾസ്, അങ്ങനത്തെ കുറെ തിങ്സ് ഉണ്ട്. അപ്പം ഒരു വുമൺ ആയിട്ട് വരുമ്പോൾ ഐ തിങ്ക് യു ആർ മോർ അണ്ടർ സ്ക്രൂട്ടിനി. ഒരു ആൺകുട്ടീനെ നമ്മൾ നോക്കുന്നതിൽ ഒത്തിരിയും കൂടെ, എസ്പെഷ്യലി കൺസിഡറിങ് മൈ ഏജ് ആൻഡ് ദ ഹോൾ പൊളിറ്റിക്കൽ സിനേറിയോ, ഹൗ ഐ റീച്ച്ഡ് ഹിയർ, അതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഉള്ളപ്പോൾ വളരെ എപ്പോഴും നമ്മൾ സ്ക്രൂട്ടിനിയിലായിരിക്കും, എപ്പോഴും നമ്മളെ കുറേ കൂടെ വീക്ഷിക്കും ആൾക്കാർ, എനി ഫ്ലോ കണ്ടുപിടിക്കാൻ. ഐ ആം ഓൾസോ എ ഡീപ്ലി ഫ്ലോഡ് പേഴ്സൺ. ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല, ലൈക്ക് എനി വൺ. അപ്പൊ എനിക്ക് എൻ്റെതായിട്ടുള്ള മിസ്റ്റേക്സ് കാണുമല്ലോ, പക്ഷെ അത് കുറേ കൂടെ വലുതാക്കാൻ ചിലപ്പോൾ ഈ ഒരു ഇത് കാര്യമുണ്ട്. പിന്നെ അത് തിങ് ഇസ് ദിസ് കല്യാണം. And my lord, I am only 22. Like, and the main concern right now is career. And the padutha, eniki MBA edukkanam. And sometimes I hear too many comments like, chairperson ayundi nalla kalyanam alodunnalu. And I'm like, how is that related? That is one thing. Then like people are going and telling my uncle, ഇവള് 2 വർഷമാണ് ഇപ്പൊ എന്റെ ടേം 2 വർഷത്തേക്ക് 2 വർഷത്തിനുള്ളിൽ കല്യാണം കഴിപ്പിക്കണം, യുനോ 2 വർഷത്തിനുള്ളിൽ കൊച്ചിനെ കെട്ടിക്കണം. സഡൻലി എവരിവൺ ഹാസ് ബിക്കം അഡ്വൈസറി കമ്മിറ്റി, മാരേജ് കമ്മിറ്റി, നമുക്ക് ഇന്നത് അത് വേണം അത് വേണം. Or like if I talk to a young politician who is also unmarried, when we stage a share edits, people are coming like ഇവരെ 2 പേരെ ആലോചിക്കാം. And like while he's like double my age, and I'm like, അദ്ദേഹത്തെ ഞാൻ അങ്കിൾ എന്നായിരിക്കും വിളിക്കുന്നത്, അല്ലെങ്കിൽ you don't know the audacity, it's your life. And ഞാനും അദ്ദേഹവും നെക്സ്റ്റ് ടൈം സ്റ്റേജ് ഷെയർ ചെയ്തപ്പോൾ we laughed about it. It's too funny. I mean, അങ്ങനെ people take so much liberty to plan your life, to plan your spouse, to plan your life. And like people keep telling I'm 5'9", അപ്പം people are like, someone told my mother like, പൊക്കമുള്ള ഒരാളെ കണ്ടുപിടിക്കണം, അതൊരു പാടായിരിക്കും, അവന്റെ കുട്ടിയോട് ഹീൽസ് ഇടണ്ടെന്ന് പറയുമോ? I've been hearing that since when I was young. People are like, ഇവർക്ക് ഭയങ്കര പൊക്കമുള്ള ഒരു കൊച്ചിന്, നമുക്ക് 6 ഫീറ്റിലോ ഉള്ള ആരെങ്കിലും വേണം, ഹീൽസ് ഇടണ്ട. ലൈക്ക് people keep telling me എങ്ങനെയെങ്കിലും നീളം കുറയ്ക്കാൻ, people keep telling me ഹീൽസ് ഇടണ്ട, ഹീൽസ് ഇട്ട ഓൾറെഡി പൊക്കണ്ട്, അപ്പൊ അത് ഭയങ്കര പൊക്കായിട്ട് ഹീൽസ് ഇടണ്ട മോള്. എന്താ ചർച്ച ചെയ്യാൻ
അതിനകത്ത് എൻ്റെ ഇഷ്ടമോ അല്ലെങ്കിൽ എൻ്റെ കോൺസെപ്റ്റോ വെദർ ഐ വാണ്ട് ടു ബി മാരീഡ് ടുഡേ ഓർ ഇൻ 5 years അങ്ങനത്തെ ഒരു ചോദ്യം, അല്ലെങ്കിൽ കൊച്ചെന്താ പഠിക്കുന്നതെന്ന് പോലും അല്ല ആൾക്കാർ ചോദിക്കുന്നത്, മാരേജ് എന്താണ്. ബാക്കിയുള്ളവര് pay for the tallest heels to look tall in a room. Even naturally blessed with height and people are how എങ്ങനെ reduce ചെയ്യാൻ കാരണം ചെറുക്കനെ കിട്ടില്ല എന്നുള്ള absurd ആയിട്ടുള്ള കുറെ thoughts. അപ്പൊ ചിലപ്പോ ഇങ്ങനെ രാവിലെ വായിച്ചിരുന്ന ഓരോ കഥകൾ ഇങ്ങനെ വെള്ളിച്ചൻ എന്ന് പറയുമ്പോ ചിരിക്കാൻ കുറെ ഉണ്ട്. It's funny. Yeah, it's good that you're able to laugh about it. Yeah, എന്റെ ഒരു നെക്സ്റ്റ് 5 years എന്റെ ചിന്തയെ പോലും അത് അങ്ങനത്തെ കാര്യങ്ങളല്ല. ബട്ട് മേ ബി ഹൂ നോസ്, ഞാൻ പറയല്ലേ, മേ ബി ലൈക്ക് ഇൻ 3 years, 4 years, maybe in 5 years, 7 years. Yeah. It's not like you're വാശി പിടിച്ച് ഇപ്പൊ കേട്ടില്ലാന്നോ അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല, just happens. സംഭവിക്കട്ടെ, സമയമുണ്ടല്ലോ, ധൃതി പിടിക്കേണ്ട ആവശ്യം. ഇഫ് യുവർ ലൈഫ്, ഇപ്പോഴത്തെ ലൈഫ് ഒരു ജെൻസി ലിംഗോടെ ഒരു വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ അത് എന്തായിരിക്കും? ബിക്കോസ് എവ്രി വൺ ഡിസ്ക്രൈബ്സ് യു ആസ് ദി ജെൻസി ലീഡർ. I don't think we've ever had a Gen Z leader, Diya. I mean, that is, നമുക്കൊരു Gen Z leader ഉണ്ടായിട്ടില്ല. And that is what's even the other day when Rahul and I met you, after you left, രാഹുലിൻ്റെ അമ്മയാണെങ്കിലും നമ്മളെല്ലാവരും ഇന്ന് പറയായിരുന്നു, ശരിക്കും ഇങ്ങനത്തെ ലീഡേഴ്സ് നമുക്ക് ഇനിയും വേണം. സോ വൈബ്രൻറ്റ്, സോ പോസിറ്റീവ്, ആൻഡ് വി ഷുഡ് ഹാവ് മോർ ഇതുപോലെ ജെൻസി കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതൽ മുമ്പോട്ട് വരണം. സോ വി വർ തിങ്കിങ്, യു നോ, it is such a it's a historic thing for us. അപ്പം ഇഫ് യുവർ ജെൻസി ലിംഗോ, ജെൻസി ലാംഗ്വേജ്, എനിക്കിപ്പോൾ ഒരുപാട് പേര് സംസാരിക്കുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് മാത്രം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ what will be that one word? Is it like it's delulu, or is it like it's main character energy, or right, all of the no cap, like what is it one word if your life if describe ചെയ്യാനുള്ള one Gen Z word? അങ്ങനെ പറഞ്ഞ എന്റെ ഓറ ലൂസ് ആവും. അയ്യോ, എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇൻ ടെക്സ്റ്റ്. അപ്പം when I speak in public I can't use any of that. In the beginning I'm like, ഈ ലോക്കി എന്നൊന്നും പറയാൻ പറ്റില്ല, ലോക്കി ഹൈക്കി വൈബ് അല്ലേ. അയ്യോ, അപ്പം പക്ഷെ ഐ തിങ്ക് ഒരു ഈ തിങ് ഈസ് ചേച്ചിയുടെ കിഡ്സ് വരുമ്പോൾ ദാറ്റ്സ് എ ഡിഫറെന്റ് ജനറേഷൻ, റൈറ്റ്? അപ്പം അവരുടെ കുറെ കാര്യങ്ങളായിട്ട് ഐ എം സോ ലോസ്റ്റ്. 6, 7 മൈ ലോർഡ്, അതെന്നാ എനിക്ക് ഇതുവരെ കത്തിയിട്ടില്ല. എന്റെ ജനറേഷനിൽ കുറച്ചുകൂടെ കുഞ്ഞാണ്. മോനോട് ചോദിക്കുന്നു. രണ്ട് നമ്പേഴ്സ് വെച്ച് ഹൗ കെൻ പീപ്പിൾ ലാസ്റ്റ് സോ റീൽ ലൈക്ക് ഏതോ ഒരു ഓട്ടോയില് 67 ഫെയർ ആയിരുന്നപ്പോ കോട്ടയപ്പം അമ്മ പേടിച്ചു, എന്തോ സംഭവം പുള്ളിക്കരത്തേക്കൊന്നും മനസ്സിലായി. Yeah, I know, it's funny. Oh, but I think your was more about Skibidi and Delulu. That was mine. ഞങ്ങളുടെ Delulu is the Solulu. ഞങ്ങൾ ആ ഒരു ഇതായിരുന്നു. ഐ തിങ്ക് ഇപ്പൊ കുറച്ച് മെയിൻ ക്യാരക്ടർ ആയിട്ടാണ് പോകുന്നത്. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയേ, എനിക്ക് ഈ ഒരു ഈ ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഗ്ലാമറസ് സൈഡ് ഉണ്ട്. യു ഹാവ് എ കാർ, യു ഹാവ് എ ഓഫീസ്, you get a lot of attention, and you have power. കുറച്ച് you have the power to influence people. കുറെ കാര്യങ്ങളുണ്ട്. ബട്ട് ദ തിങ് ഇസ്, ദ മൊമെന്റ് ഐ തിങ്ക് ഓഫ് മൈസെൽഫ് ആസ് someone like ഞാൻ എന്തോ വലിയ സംഭവമാണ്, അല്ലെങ്കിൽ എനിക്ക് പവർ ഉണ്ട്, ദാറ്റ് ഇസ് ഗോൺ. ഐ തിങ്ക് ഐ ട്രൈ ടു സ്റ്റേ ഹംബിൾ. ബിക്കോസ് ഹ്യൂമിലിറ്റി ഒരു ഭയങ്കര ഫാക്ടർ ആണെന്ന് വിശ്വസിക്കാം. ബിക്കോസ് ഇറ്റ് ഷുഡ് കം ഫ്രം വിതിൻ. കാരണം എത്രയോ പൊളിറ്റീഷ്യൻസിനെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് വേർ അവർ ദേ ആക്ട് വെരി ഹംബിൾ ഔട്ട്സൈഡ് ബിക്കോസ് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും. നമ്മൾ ഇന്ത്യൻ പെണ്ണേകഥന്റെ അടുത്ത് അല്ലെ, ആ കൈൻഡ് ഓഫ് അതുണ്ട്. പക്ഷെ ഐ തിങ്ക് റിയൽ ഹ്യൂമിലിറ്റി ഇൻ പീപ്പിൾ സീ ത്രൂ ഇറ്റ്. People can see through it. But real humility from within വരാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം. So the thing is, നമ്മളെപ്പോഴും പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ്, മൂവി സ്റ്റാർസ്, സ്പോർട്സ് സ്റ്റാർസ്, പൊളിറ്റീഷ്യൻസ്, ഇവരെ നമ്മളൊരു താര പദവിയോടൊരു പവർ ഡിഫറൻസ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. അവരെ അപ്രോച്ച് ചെയ്യാനാണെങ്കിലും ഒരു സർ, മാം, അങ്ങനെ അല്ലെങ്കിൽ അവരെ ഒരു എപ്പോഴും അൺഅപ്രോച്ചബിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ അവരെ കാണുന്നത്. ഐ തിങ്ക് ദാറ്റ്സ് അതിന്റെ ആവശ്യമില്ല. ഐ തിങ്ക് ജെൻസി അറ്റ്ലീസ്റ്റ് അത് വളരെ അനദർ ഹ്യൂമൻ ബീങ്, യു നോ. You have to give, like, അവരെ റെസ്പെക്ട് ചെയ്യാനുള്ള ക്വാളിറ്റീസ്, യു റെസ്പെക്ട് ദം, യു ലൈക്ക് ദം, അങ്ങനെയൊക്കെ ഉണ്ട്. ബട്ട് ഈവൻ ഞാനാണെങ്കിലും എനിക്ക് എമസോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ചാകും, എനിക്ക് അത്രയും ഞാൻ ഫാൻ. അപ്പം അങ്ങനത്തെ ഒരു നമ്മളുടെ പൊളിറ്റീഷ്യൻസ് ആയിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പ് ഞാൻ ബ്രിഡ്ജ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെയും ഒരു സിസ്റ്ററായിട്ടോ അല്ലെങ്കിൽ
ഈവൻ മകളാവേണ്ട പ്രായം ഞാൻ പല ചടങ്ങുകളിൽ ചെല്ലുമ്പോൾ ഐ എം ഓൺലി ദെയർ ഡോട്ടേഴ്സ് ഏജ്. അങ്ങനെ എന്നെ കണ്ടാൽ മതി, ദാറ്റ് ഇസ് വെരി ഫൈൻ. ഐ തിങ്ക് അങ്ങനെ ഉള്ളപ്പോൾ യു ക്യാൻ ടോക്ക് മോർ ഈസിലി വിത്ത് പീപ്പിൾ. അൺറീച്ചബിൾ ആവുമ്പോൾ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു I think you move away from people, you know, like at the end of the day, politicians as in elected people are answerable to the people. Our questions accountable ana, but when you drift away from people, accountability illa. You are only facing them at time of elections. Allengil vera evideyilokka poi idanengil think you have to be always in touch with people. Ennal oru നമ്മള് ആൾക്കാരോട് സംസാരിച്ചാൽ അവരുടെ കാര്യങ്ങൾ കേട്ടാലും you only know what is actually happening. Unless you go through someone's life, you don't know what is happening. നമ്മൾക്ക് അനുഭവിക്കാത്ത ജീവിതം നമ്മൾ വെറും കിട്ടുകകളാണെങ്കിൽ it's only a story to you. So I think ആ ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ്. I think we are, especially with social media, I think we're very quick to judge. Quick to judge. But how can you judge when you've not been through their story? ഇതെന്താ പറയുക, നമ്മൾ മേ ബി ലൈക്ക് നമ്മളൊരു ഈവൻ മൂവി സ്റ്റാറിനാണെങ്കിൽ മേ ബി ഷീസ് എ വെരി ക്ലോസ്ഡ് ഓഫ് പേഴ്സൺ അൺടിൽ യു ടോക്ക് ടു ഹെർ ആൻഡ് ഷീസ് എ വെരി നൈസ് പേഴ്സൺ. അപ്പം ലൈക്ക് അങ്ങനെ ഒരു ജഡ്ജ്മെന്റൽ ഈ സോഷ്യൽ മീഡിയ കൂടെ പിന്നെ വളരെ കൂടുതലാണ്. പിന്നെ ആരുടെ എന്ത് തോന്നിയ ദിവസം വേണേലും സോഷ്യൽ മീഡിയ കൂടെ പറയാമെന്നും ആരെ എന്ത് വേണേലും പറയാന്നുള്ള എന്ത് റൈറ്റ്സ് ആണ്. You know, these people would have never the audacity to come and tell you that in real life. But they are given all the freedom social media on comments ആയിട്ട് DMs ആയിട്ട് I know that I'm sure you face a lot of issues. It's not like നമ്മൾക്ക് അതിന്റെ പുറകെ എല്ലാം കേസായിട്ട് പോകും. It's only you can ignore it. But initially I used to think everything matters. ഓരോ comment വരുമ്പോൾ മാറ്റർ ചെയ്യും, ഇതിന് റിപ്ലൈ കൊടുക്കണം. ഈവൻ എനിക്കത് ഭയങ്കരമായിട്ട് ലൈക്ക് സംടൈംസ് you see some comments like I have to reply because ചിലപ്പോൾ വാലറ്റിൽ ലൈസ് ആയിരിക്കും, അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്യണമെന്നും തോന്നുന്നു. ലൈക്ക് ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. I will tell you something. എൻ്റെ ഒരു from the experience of my age, what I can tell you about handling social media, ഈ കോമൻസ് വരുമ്പോൾ നമുക്ക് റെസ്പോണ്ട് ചെയ്യാനും തിരിച്ച് കൊടുക്കാനും ലൈക്ക് ഇങ്ങോട്ട് വരുന്നതിന് 10 മടങ്ങ് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ത്വരയുണ്ടല്ലോ, അത് നമുക്ക് വളരെ കൂടുതലായിരിക്കും. But the one thing that I've learned from Rahul is from my husband is to control that and ignore with the disrespect they deserve. Just ignore because they want to be a part of your life in some way. Adoru negative way lanengil polum they want a part of they want to be a part of your life. They want the attention from you. They want the attention from you. Nammal respond cheyumba they are feeling satisfied that yes I was able to get to them. Diya kando Diya enki respond cheyidu പുള്ളിക്കാരിക്ക് അത് കൊണ്ടു. So they are you are giving them an influence in your life. Influence over, The best thing is do not just completely ignore that person doesn't exist. Adinum appuram oru tirichadi vere kodukana. Don't stoop to their level. That's it. So that's the one mantra that you should always. I don't know if you've seen Shah Rukh Khan oru famous idundu. There was a news person that Shah Rukh Khan didn't like. I don't want to take that name, but Shah Rukh Khan ishtallathoru news person undarnu. Appam oru കോഫി ചാറ്റിൽ ഷാറുഖ് ഖാൻ്റെ അടുത്ത് ഒരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഗെയിമായിട്ട് സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഈ ന്യൂസ് പേഴ്സണെ പോലെ റീഡ് ഔട്ട് ദാറ്റ് സ്ക്രിപ്റ്റ്. ദ സ്ക്രിപ്റ്റ് വാസ് ടു ഹൗ ടു പ്രിപ്പയർ ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞു സ്ക്രിപ്റ്റ്. പക്ഷെ അത് ഈ പറയുന്ന ന്യൂസ് പേഴ്സൺ വായിക്കുന്നത് പോലെ യു ഹാവ് ടു റീഡ്. ഷാറുഖ് ഖാൻ ഒറ്റയടിക്ക് പറഞ്ഞു, ഹേ ഡോണ്ട് മേക്ക് ഹിം ഫേമസ്, ഐ എം നോട്ട് ഗോയിങ് ടു ടോക്ക്, ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് ഹിസ് നെയിം. സോ ദ മൊമെന്റ് യു അഡ്രസ് a person you don't like, you are making that person also famous and come to your level. മനസ്സിലായി? അപ്പൊ അത് ചെയ്യാതെ വാല്യൂ they don't have a place in your life. അത്രേ ഉള്ളൂ. So that's അതാണ് ഈ most people never even met them in person. നമ്മൾക്ക് നേരിട്ട് കാണാത്ത ഒരാളെ എത്രത്തോളം എന്ന് വെച്ചാൽ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന it's too crazy. ഈ സോഷ്യൽ മീഡിയ I think ഒരു 10 years back തന്നെ it was toxic. ഇപ്പൊ it's like ഒരു it's very bad. But I think people like you are learning to ignore and see we are talking about it. അപ്പം ഇനിയിപ്പോൾ അതും പതുക്കെ അതിനൊരു വാല്യൂ ഇല്ലാണ്ടാവും ഇത്തരത്തിലുള്ള comments. So let's keep the conversation going. And it's, you know, it's social media is not a safe place. I am very against putting your children on social media, you know, pedophiles or what kind of people exist. അപ്പം you know, ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും it's equally unsafe social media. Both genders. ഇപ്പൊ ജെൻഡറിന് like you earlier said gender എന്നുള്ളൊരു സാധനം വരാനേ പാടില്ല. It's all human beings. അതില് കുട്ടികൾ പോലും സേഫ് അല്ലാത്തൊരു സൊസൈറ്റിയാണ്, you know. എത്ര അതുകൊണ്ടാണ് that is why I stay away from social. It's too much hassle. I couldn't find you on Instagram. You don't have an account. I only have WhatsApp. You'll find me on WhatsApp. Okay. So Diya, one more thing, you know, you've വളരെ ബിസി ആയ ഒരു ലൈഫിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരുപാട് എനിക്കറിയില്ല, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ കെട്ടുകണക്കിന് ഫയലുകൾ മുന്നിൽ വന്നിരിക്കുന്ന ആ ഒരു സിനാരിയോ ആണോ, ആ സീനിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് the one thing that you probably are struggling or
you are good at. Could be maybe എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യാം കാര്യങ്ങൾ, how do you delegate, and do you have a team that you can really trust on, and you know പലയിടത്തും ദിയയ്ക്ക് എത്താൻ പറ്റാത്ത, ദിയയുടെ കൈകൾക്ക് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന കൈകൾ വേറെ ഉണ്ടോ? So is that your core team? Do you have a very loyal core team who will be with you all the time? And have you mastered the art of delegation, which is something that we take sessions as part of Success 369 also. We take sessions on how can you smartly delegate, because പലരും വിചാരിക്കുന്നത് എല്ലാ ജോലിയും തനിയെ ചെയ്യുന്നത് ഭയങ്കര ഗ്ലോറിഫൈഡ് ആണ്. ഞാൻ 16 മണിക്കൂർ വർക്ക് ചെയ്യുന്നു കാരണം എന്നെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത്. അത് എൻ്റെ ഫെയിലിയർ ആണ്. എൻ്റെ ടീമിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഹാവ് യു മാസ്റ്റേർഡ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡെലിഗേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇപ്പം വന്നിട്ടുണ്ടോ? ഹാവ് യു ഗോട്ടൺ ദാറ്റ് ബിസി? ആൻഡ് ഡെലിഗേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, ഇസ് ഇറ്റ് ഈസി ഫോർ യു എന്നുള്ളത്? And third thing is, do I have a good core team? Thing is, ഞാൻ ഇപ്പം ബിസി ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം. പിന്നെ തന്നെ അഗൈൻ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഒരു ടീം വർക്ക് ആണ്. ഐ ഡോണ്ട് മേക്ക് സിംഗുലർ ഡിസിഷൻസ്. ഞാൻ എടുക്കേണ്ട തീരുമാനങ്ങൾ കാണും, ചെറിയ ചെറിയ തീരുമാനങ്ങൾ കാണും. ബട്ട് ലൈക്ക് അല്ലെങ്കിൽ എൻ്റെ കണ്ണെത്തേണ്ട സ്ഥലങ്ങൾ കാണും, ഞാൻ അഡ്രസ് ചെയ്യേണ്ട ഇഷ്യൂസ് കാണും. ബട്ട് ലൈക്ക് കുറേ മേജർ ഡിസിഷൻസ് യു ടോക്ക് ടു യുവർ ടീംമേറ്റ്സ് ഓർ ഫോർ മീ ദാറ്റ്സ് കൗൺസിലേഴ്സ്, ദ 26 ഓഫ് ദം. ആ 26 പേരുടെയും ഒരു കൗൺസിൽ, നമ്മൾ ഓരോ മേജർ ഡിസിഷൻസ് എടുക്കുന്ന കൗൺസിലാണ്. ദാറ്റ് ഓൾ ദെയർ പീപ്പിൾസ് വാല്യൂസ് ആർ expressed and opinionated and എന്താ പറയുന്നത് argued against, and you reach something that is good and beneficial for all of the people. അപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ പോവും. Then again there are things that ചിലപ്പോൾ നമ്മൾ അത് ചെയ്യുവാണെങ്കിൽ it's politics, and നല്ലത് ചെയ്താൽ ചിലപ്പോൾ it might give you a good name എന്നുള്ള രീതിയിൽ opposition ചിലപ്പം നമ്മൾക്ക് കൂടെ നിൽക്കില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. There was one incident there which was like we wanted to ഒരു ഹാഫ് നടന്നൊരു പ്രൊജക്ട്, we wanted to reopen it and അത് പൂർത്തീകരിച്ച് നൽകണം. ആൻഡ് ഓപ്പോസിഷൻ വാസ് അഗൈൻസ്റ്റ് ഇറ്റ്. പക്ഷെ അത് ചെയ്താൽ നല്ല കാര്യമാണ്. പക്ഷെ അത് സപ്പോർട്ട് ചെയ്യാൻ സോ ഓപ്പോസിഷൻ വാസ് സ്ട്രോങ്ലി അഗൈൻസ്റ്റ് ഇറ്റ് ആൻഡ് ഇറ്റ് ബാക്ക്ഫയർഡ് ഫോർ ദം ബിക്കോസ് പീപ്പിൾ വെർ ലൈക്ക് എന്തുകൊണ്ടാണ് ഇതിനെതിരെ നിൽക്കുന്നത്, ഇതൊരു നല്ല കാര്യമാണ്. അപ്പം ഓപ്പോസിഷൻ ഓവർനൈറ്റ് വന്ന് പറഞ്ഞു ഇല്ല നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. സോ അങ്ങനെ അപ്പോൾ ദർ ആർ places where you have to make a strong stand and stand by your decision. If എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ എനിക്ക് സാധിക്കണം, that is why I'm here. But then again എനിക്ക് എൻ്റെ UDF കൗൺസിലേഴ്സ് ആണെങ്കിലും they are very supportive people. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ I can trust them. ഇപ്പം then again എൻ്റെ ഫാദർ ഉണ്ട്. So at the end of the day he is my biggest guru. എന്നെ എത്രത്തോളം എന്നെ ബാക്ക് ചെയ്യാൻ ഒരാളുണ്ട്. അറ്റ്ലീസ്റ്റ് എൻ്റെ ഒത്തിരി എന്നെ ചീറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് എന്തായാലും എൻ്റെ അച്ഛനെ വിശ്വസിക്കാമല്ലോ. പൊളിറ്റിക്സ് ഇസ് you don't know who to trust and they're having somebody standing tall by you like your father is that is very helpful. അതൊരു ബ്ലെസ്സിങ് ആണ്. അത് എത്രത്തോളം പറഞ്ഞാലും അതൊരു ബ്ലെസ്സിങ് ആണ്. ഇപ്പം എൻ്റെ കൂടെയുള്ള കൗൺസിലേഴ്സ് നമ്മൾ ഒരു പൊളിറ്റിക്സിൽ ആരെയും വിശ്വസിക്കും. I trust my fellow counselors, but having someone like him to look after everything, ഒരു protectiveness obviously ഞാൻ അദ്ദേഹത്തിന്റെ മകളാകുമ്പോൾ he has that protectiveness over me, which is nice. And എൻ്റെ ഏജിലുള്ളൊരു കൗൺസിലർ ഉണ്ട്. So അന്ന് മീറ്റ് so that is very Riya, yes, Riya and Diya. So that is very nice because at the end of the day ഒരു ജെൻസി എന്നെ പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാള്. As much as I can connect to other people, at the end of the day having someone your age really helps. Of course, really helps. So she's someone I trust a lot, and trust പയ്യൊരു slowly earn ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാനാണെങ്കിലും I have to gain the trust of my fellow counselors. I have to prove myself. ഞാൻ ഒരു ചെയർപേഴ്സൺ ആയിട്ട് ലീഡ് ചെയ്യാൻ എൻ്റെ ടീമിനെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് അവർക്ക് എന്നെ വിശ്വസിക്കണം. അത് ഞാൻ പറഞ്ഞു ചെയ്യേണ്ട ഒരു കാര്യമല്ല. I have to prove myself and I am slowly doing that. Slowly getting there. ട്രസ്റ്റിനെ പറ്റി പറയുമ്പോഴാണ് ലൈക്ക് നമുക്കൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അത് നീ ഒന്ന് ചെയ്യോ എന്ന് പറഞ്ഞ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെലിഗേഷൻ നടക്കുകയുള്ളൂ, റൈറ്റ്? സോ ആ ഒരു രീതിയിലുള്ള ഡെലിഗേഷൻ ഇസ് ഇറ്റ് possible for you now or you haven't reached there yet? You are able to. I am thing is ചിലപ്പോൾ എൻ്റെ at times എനിക്ക് ഞാൻ എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ വൈസ് ചെയർപേഴ്സൺ ആണ് പോകുന്നത് and I trust my vice chairperson. That's the point. I trust my unless if vice chairperson എന്നെ ട്രസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ what is the point of that is not a team.
പക്ഷേ ദാറ്റ് നമ്മൾക്ക് നമ്മളായിട്ടുള്ള ഡിഫറൻസസ് ആണ്. ഇപ്പം ഞാനും റിയയും തമ്മിലാണെങ്കിൽ പോലും ഡിഫറൻസ് കാണും. പക്ഷേ അതൊരു പേഴ്സണൽ ഡിഫറൻസസ് ഒക്കെ മാറ്റി നിർത്തി നമ്മൾ പൊളിറ്റിക്കലി അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ദി അറ്റ്മോസ്റ്റ് ചേച്ചി പറഞ്ഞ പോലെ ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ വൈസ് ചെയർപേഴ്സൺ ഹാസ് ടു ട്രസ്റ്റ് മീ ടു ഡു സംതിങ് ആൻഡ് ഐ ഹാവ് ടു ട്രസ്റ്റ് ഹെർ ടു എന്താ പറയുന്നത് കറക്റ്റായിട്ട് കാര്യങ്ങൾ എൻ്റെ ആബ്സെൻസിൽ പുള്ളിക്കാരത്തേക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദാറ്റ് ഈസ് ദ ബിലീവ് ഐ ഗിവ് ഹെർ. ആൻഡ് അതുകൊണ്ടാണ് ആൾക്കാരും നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നത്. ആരെങ്കിലും ഒരാൾ പോയാലും ആ ഒരു മെഷീൻ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്തോളും എന്ന ആൾക്കാർക്ക് വിശ്വാസം കാണണം. ഒരു ഒറ്റയാളല്ലല്ലോ, ഒരു എസ്പെഷ്യലി ഒരു കൗൺസിൽ എന്നൊക്കെ പറയുന്നത് എല്ലാവരും കൂടെയുള്ള ഒരു കാര്യം. ഡു യു മേക്ക് എ കോൺഷ്യസ് അറ്റംപ്റ്റ് നെറ്റ്വർക്ക് ചെയ്യാനും കോൺടാക്ട്സ് ഉണ്ടാക്കാനും ഒരു കോൺഷ്യസ് അറ്റംപ്റ്റ് ചെയ്യാൻ? അത് ഇമ്പോർട്ടൻ്റ് ആണോ ദിയയുടെ ഒരു പ്രൊഫൈൽ? ഐ തിങ്ക് പൊളിറ്റിക്സിൽ ഐ തിങ്ക് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. പക്ഷെ അത് പലപ്പോഴും പലർക്കും നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ അൺകംഫർട്ടബിൾ ആയ ഒരു കാര്യമാണ്. ബിക്കോസ് ദേ തിങ്ക് അത് ഫേക്ക് ആണ്. ദേ തിങ്ക് നമ്മൾ എന്തോ ഒരു അജണ്ടയ്ക്ക് വേണ്ടി ഒരു ബന്ധം ഉണ്ടാക്കുന്നു, അതിനെയാണ് നെറ്റ്വർക്കിംഗ് എന്ന് പലരും വിചാരിക്കാറുണ്ട്. പക്ഷെ ആക്ച്വലി നെറ്റ്വർക്കിംഗ് ഒരു കൊടുക്കൽ വാങ്ങലാണ്. നമുക്കുള്ളത് അവർക്ക് കൊടുക്കുക ആൻഡ് അവർക്കുള്ളത് എന്തെങ്കിലും നമുക്കും കിട്ടും. ഐ തിങ്ക് അവിടെ തന്നെ പ്രശ്നമാണ്. ചിലവര് അത് പ്യുവർലി ഒരു ഗിവൻ ഇതായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സംടൈംസ് യു ജസ്റ്റ് കീപ് ഫ്രണ്ട്സ്. യു നോ we might not be in touch every day, but the next time we see we are going to talk very happily. അങ്ങനത്തെ ഇതും ഒരു പ്രൊഡക്റ്റീവ് എന്താ പറയാ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലാണ്ട് നമ്മൾ യു ജസ്റ്റ് ഹാവ് ഫ്രണ്ട്ഷിപ്സ്. പക്ഷേ some people might expect a lot from you. അങ്ങനത്തെ അതൊക്കെ വളരെ പാടാണ്. But it's always good to have contacts. ഇപ്പം ചേച്ചിക്കാണെങ്കിലും പാലയിലൊന്നും you can always call me. Of course. But അങ്ങനത്തെ നെറ്റ്വർക്കിംഗ് is hard, especially ഒരു നമ്മളുടെ ഏജും അതും ഫാക്ടർ ആവും. ഒത്തിരി ആൾക്കാർക്ക് then you're too busy. Sometimes മെസ്സേജ് കണ്ടില്ലെങ്കിൽ some people are going to take it very offensively. പെട്ടെന്ന് ജാടയായി പോയി മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിട്ട് ഇപ്പോൾ നമ്മളെ മൈൻഡ് ചെയ്യില്ല അല്ലേ, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. I have very close circle. അപ്പം അത് അവര് ദേ ആർ ക്ലോസ് ഇനഫ് ഫോർ മീ ടു അണ്ടർസ്റ്റാൻഡ് മൈ തിങ്സ്. എന്നെ ഹാപ്പൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാം. സോ ഇപ്പം നേരിട്ടാണെങ്കിലും ദേ നോ ഓർ ലൈക്ക് ഐ എം നോട്ട് ഗുഡ് അറ്റ് ടെക്സ്റ്റിംഗ് ആൻഡ് യൂഷ്വലി ഫോൺ കോൾസ് ആൻഡ് ഐ എം ബെറ്റർ അറ്റ്. അല്ലെങ്കിൽ നേരിട്ട് കാണുന്നതാണ് ഈസ് മൈ ഫേവറേറ്റ് തിങ്. സോ നെറ്റ്വർക്ക് ചെയ്ത് പോകുന്നത് ഇറ്റ്സ് സോ ഐ ലവ് ടോക്കിംഗ് ടു പീപ്പിൾ. സോ ലൈക്ക് ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റും. ദാറ്റ് ഇസ് മൈ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദിസ്. ആൻഡ് യു ഗെറ്റ് ടു നോ അബൌട്ട് സോ മച്ച് എക്സ്പീരിയൻസസ് ആൻഡ് യു ഗെറ്റ് ടു ട്രാവൽ എ ലോട്ട്. ഇറ്റ്സ് ജസ്റ്റ് നൈസ്. Excellent. So on a scale of 1 to 10, how high is your main character energy right now at this point? ഞാൻ തന്നെ എനിക്ക് കൊടുക്കുന്ന വാല്യൂണോ? അയ്യോ എന്റെ ചോദിച്ചാൽ പറയാം, പക്ഷേ that will be too biased because I really like you as a person. നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ദിയയുമായി ഇന്ററാക്ട് ചെയ്യാത്ത ഒരുപാട് പേര് കാണും. But when I interact with you, I know my score is very high for you because very genuine, straightforward, sensible person, a very, very sensible, very genuine, very logical and get along really well. അങ്ങനത്തെ ഒരു പേഴ്സൺ. ബട്ട് ഐ വോണ്ട് യു ടു ടെൽ മീ ഹൗ ഡു യു ഫീൽ ലൈക്ക് ആ ഒരു മെയിൻ ക്യാരക്ടർ എനർജി ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, അതിപ്പം എത്രയായിരിക്കും ഫീൽ ചെയ്യുന്നത്? ഒത്തിരി കയറി പോവല്ലോ. ഒരു സോളിഡ് 8. Wow, that's a good one. Yeah, that's good. And I would definitely give you a 9 on that. You are the right I'm a pretty confident person. I'll give myself where I stand, you know. That's good. Actually, ഞാൻ വിചാരിച്ചത് ദിയ വളരെ humble too humble ആയിട്ട് 5 ഒക്കെ പറയുമെന്ന് വിചാരിച്ചു. പക്ഷേ it is a very realistic, very reflective of you. It's solid 8. It's fine, I think. The rest is for people to judge. അവര് പറയട്ടെ. Now, tell me, like, you know, do you binge watch? What do you Stranger Things ഒക്കെ ഇപ്പം ഏറ്റവും ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന Stranger Things got too long for me. അത് 3 മണിക്കൂർ വരെയൊക്കെ എപ്പിസോഡ് ഞാൻ മടുത്തുപോയി. Have you watched Brooklyn Nine-Nine? I love Brooklyn Nine-Nine. I love Modern Family. Modern Family. Yeah. I like Friends. Have you watched Dark? It's a German show. You have to watch it. It's like Dark. അതൊരു ജർമ്മൻ ഇതാണ് ഷോ ആണ്. സബ്ടൈറ്റിൽസ് ഉണ്ട്. whatever. You have to watch it. So it's very small. I think it's like 26 episodes ullo. It's the best show you'll watch. It's in the genre. It's time travel. Typical Gen Z. No. The time travel fantasy. It's like so good. You don't understand. The casting is so good. It is the best show ever. Dark. Yeah. Ipo 2020. No, it was 2020 ൽ ഇറങ്ങിയതാണ്. It's like it's a വളരെ underrated ആയിട്ടുള്ള ഒരു ഷോ ആണ്. That's എന്റെ ഗ്യാരണ്ടി ഷോ ആണ്. കോവിഡ് ടൈമിൽ I was in my +1 +2. Okay, കോവിഡ് ടൈം എന്റെ +1 +2 ഫുൾ കോവിഡ് പോയി. ഞാൻ സ്കൂളിലേ പോയിട്ടില്ല.
So that time is when I watched all the shows. Money Heist ആണേലും Money Heist, Crown, yeah. അല്ലേ? അന്ന് കണ്ടിരുന്ന ഷോ അങ്ങനെ അന്നാണ് ഈ മണി ഹൈസ്റ്റ്, ഡാർക്ക്, ഫ്രണ്ട്സ്, മോഡേൺ ഫാമിലി. പണ്ടത്തെ ഫ്രണ്ട്സ്. Yeah. Oh, I am so happy. നമുക്ക് ഇന്നും there are people who are watching the shows that we love. We are two different generations sitting, but I love Friends. എന്ന് പറയുന്നത് across I watched How I Met Your Mother. I haven't watched it, but I know it's the same genre. അപ്പം ഫ്രണ്ട്സ്, things some people, I mean ജെൻസിൽ എൻ്റെ അടുത്ത ജനറേഷൻ ഇറ്റ്സ് ടു അൺഫണ്ണി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമം. പക്ഷെ എനിക്ക് വിഷമം, ലൈക്ക് ഇത് ഭയങ്കര ഓൾഡ് ജനറേഷൻ, ലൈക്ക് ഓക്കെ. ഇപ്പൊ നമ്മള് സിനിമ നോക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ ആക്ടേഴ്സിന്റെ ആക്ടിങ് സ്റ്റൈലൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. ഇപ്പൊ ദേ മോർ ബിഹേവിംഗ്, സോ നാച്ചുറലിറ്റി. I think I watched this movie, ഒരു 12 Angry Men എന്ന് പറയുന്ന ഒരു മൂവി കണ്ടിട്ടുണ്ട്. ഒരു ബ്ലാക്ക്, ഭയങ്കര so good. It's so good. Yeah. We take that coaching നമ്മുടെ സെഷൻസിലൊക്കെ we show 12 Angry Men. Such a good movie. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. So is there any one actor that you have felt like, you know, over the years, over generations, that person has been a favorite and can still be a favorite? എനിക്കുണ്ട് കേട്ടോ അങ്ങനെ ഒരു person, but I won't bias you, I'm not going to color you, but you tell me, is there anyone like that in Malayalam or Hindi? എൻ്റെ ഹിന്ദിയിൽ എൻ്റെ ഫേവറേറ്റ് ആക്ടർ വാസ് സുശാന്ത് സിംഗ് രാജ്പൂത്. I was a huge fan of, and I was so sad when he passed away. കാരണം എമസോണിൽ പുള്ളിയാണല്ലോ ആക്ട് ചെയ്തത്. So I was it was so good. മലയാളത്തില് I'll tell you the story. So when I was young, എൻ്റെ favorite movie growing up was Classmates. Okay. I watched it at least 100 times. ഉറങ്ങുന്നതിന് മുമ്പ് കാണാം. So Prithviraj was my like that. ആ ഒരു കോളേജ് കാലഘട്ടവും കഴിഞ്ഞ ദിവസം CMSൽ പോയി, and I was texting my friends, it's CMS Classmates. അപ്പം സ്റ്റിൽ എനിക്കിപ്പം ഒരു സ്ട്രെസ്ഫുൾ ഡേയിൽ ഞാൻ ചുമ്മാ ഇരുന്ന് കാണുന്ന കുറച്ച് പടങ്ങൾ, ക്ലാസ്മേറ്റ്സ്, വെള്ളിമൂങ്ങ, something I can always laugh at. It's such a good movie. Yeah. അപ്പം I always ഇടയ്ക്ക് I come across movie stars, but Prithvirajനെ ഇതുവരെ കണ്ടിട്ടില്ല. But Prithviraj, I think Biju Menon, ഇവരൊക്കെ I think it's lucky to meet Biju Menon. He's a very sweet, വളരെ നല്ലൊരു person. You've met him? Yeah, I met him. But Prithviraj, I think my mother loves him. You know, he has proved himself. He is someone who has been questioned a lot. Of course. എന്താ പറയുക, അദ്ദേഹത്തിന്റെ കഴിവുകളാണേലും അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ ആണേലും, and he is someone silently rose against everything. വളരെ he believed in himself. Exactly. I mean, he never changed because people asked him. Exactly. He's been the same. പുള്ളി ഒരു ഇടയ്ക്ക് എല്ലാരും ആൾക്കാർ അദ്ദേഹത്തിന് എതിരായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരേ ഒരാൾ, എന്നിട്ട് എന്തെങ്കിലും അദ്ദേഹം മാറിയോ? ഇല്ല. ബട്ട് പീപ്പിൾ ഇപ്പം there were times when പൃഥ്വിരാജ് സ്ക്രീനിൽ വരുമ്പോൾ ആൾക്കാർ ജാടേന്ന് വിചാരിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് അതേ ആളുകൾ ലൂസിഫറിന്റെ സമയത്തൊക്കെ എഡിറ്റ് നിന്ന് കൈയടിക്കാന്ന് പറയുമ്പോൾ it's not actor as a person, he's very valuable. Really, you know, one time I remember like it's always something that's mentioned. ഒത്തിരി വർഷം മുമ്പ് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ he was like, oh, I want to make a film with Mohanlal as my main character and all, and people were like scrutifying him. He's like, who is he to say this? അങ്ങനെയൊക്കെ പറഞ്ഞു നിനക്ക് എന്ത്, but then he proved himself. It's so great. And I think പൃഥ്വിരാജ് ആണ് ആദ്യമായിട്ട് പറഞ്ഞത് സൂപ്പർ സ്റ്റാറുകൾ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് മലയാള സിനിമ പോകുന്നതെന്ന് ആദ്യമായിട്ട് എടുത്ത് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു and see what happened, you know, നമ്മള് ആ മോഹൻലാൽ മമ്മൂട്ടി എന്ന് കഴിഞ്ഞാല് പിന്നെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലേക്ക് ഇപ്പൊ എല്ലാവരും ഇപ്പൊ സൗബിൻ ഷാഹിർ ആണെങ്കിലും ബേസിൽ ആണെങ്കിലും there are so many people who are like common people. നമുക്ക് അല്ലാതെ ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടറിൽ നിന്നും ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ക്യാരക്ടറിലേക്ക് വന്നാൽ അത് എത്ര നന്നായിട്ടാണ് പൃഥ്വിരാജ് എത്ര വർഷം മുമ്പ് പ്രെഡിക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ that is his intelligence. He's very intelligent and people appreciate ചെയ്യാൻ തുടങ്ങി. അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. സോ ദിയ ആസ് എ ഇപ്പോൾ പൊളിറ്റിക്സിലേക്ക് വന്നതിന് ശേഷം എനിക്ക് വൺ തിങ് ദാറ്റ്, and okay, before I get to that, I want to ask you, ഏറ്റവും ദിയയുടെ ലൈഫിൽ മാറിയത് എന്താണ് after we have discussed this before once, but നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് what is the one thing that's really changed after I forgot what I answered. Did I say sleeping schedule? You said it's my sleeping schedule, my routine. I was into an early riser അല്ലായിരുന്നു. അപ്പം I think that ഞാൻ രാത്രിയിലെ ശേഷമുള്ള ഈ സിനിമ കണ്ടതിലുണ്ട് ഒരു 10-12 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വരുന്ന ഒരാളായിരുന്നു.
അത് അങ്ങ് ഓവർനൈറ്റ് ചേഞ്ച്. ഈവൻ എന്നെ വാസ് എ കിഡ് അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ രാത്രി പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. എനിക്കൊരിക്കലും രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് പഠിത്തം നടക്കില്ല. രാത്രിയിൽ ഇപ്പം 12 മണി 2 മണി വരെ ആണെങ്കിലും പഠിച്ചിട്ട് കിടക്കാൻ ഐ പ്രിഫർ. അപ്പം ഇതിപ്പോ അങ്ങനെയല്ല, ഡ്യൂട്ടി കോൾസ്. അപ്പം രാവിലെ ഇറ്റ് മൈറ്റ് ബി 6 o'clock or 7 o'clock to get up and quick. So ഇപ്പം ഒരു ബിസി സ്കെഡ്യൂൾ ആയിരിക്കും. ദർ ഇസ് യു ഹാവ് ടു റീച്ച് സം പ്ലേസ് 9 o'clock 10:30 അവിടെ എത്തണം ഇവിടെ എത്തണം. ആൻഡ് ആസ് യു ഗോ ഓൺ ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് ടു ഇൻക്രീസ് മോർ ആൻഡ് മോർ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഹാവ് യു ഓൾവേസ് ബീൻ സംവൺ ഹൂ ടോക്സ്? ഇപ്പോൾ ഒത്തിരി സ്പീച്ചൊക്കെ കൊടുക്കേണ്ടി, ഒരുപാട് എടുത്ത് സംസാരിക്കണം. ആൻഡ് ആസ് എ പൊളിറ്റിക്കൽ ഫിഗർ ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും ഒക്കെ ദേ ലുക്ക് അപ്പ് ടു യു, റൈറ്റ്? അങ്ങനത്തെ ഒരാളായിരുന്നോ? ലൈക്ക് ഇൻ ദ സെൻസ്, are you someone who used to like communicate? And there are people who are natural communicators. There are people who rise up to the occasion when they have to communicate. So ഇതിൽ ദിയ അങ്ങനത്തെ ഒരാളായിരുന്നോ? or are you now learning lessons of what works, ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യും, what works, what doesn't work, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം പഠിച്ചു വരുവാണോ? How important is authentic communication as a political leader? I think that is something I've always lied and I've always did. എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്തൊരു കാര്യം, സി തിങ് ഇസ് I have very strong morals, or like morals എന്നല്ല, എൻ്റെ ഒരു ഒപ്പീനിയൻസ് ഞാൻ വെരി സ്ട്രോങ്ലി ഒപ്പീനിയേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഒത്തിരി ട്രബിൾസിലും കയറിയിരുന്ന ഒരാളാണ്. ഇവൻ ഇൻ കോളേജ് ഐ യൂസ് ഹവ് ഗോട്ടൻ ഇൻ ഫൈറ്റ് വിത്ത് മൈ HOD. HOD ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറയും. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു ആൻസർ ഉണ്ടല്ലോ. ഇഫ് മൈ ഫ്രണ്ട്സ് ഡോണ്ട് സേ ദാറ്റ് ഐ വിൽ ബി ലൈക്ക് ഹൗ ക്യാൻ യു തിങ്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് വഴക്കുണ്ടാക്കും. ഡിബേറ്റ് വഴക്കം. then they are like you're fighting over nothing. So that ആ ഒരു ചൈൽഡിഷ്നെസ് ഉണ്ട്. ഒരു ഐ എം വെരി എന്താ പറയുക, സ്റ്റബേൺ ആയിരുന്നു. എൻ്റെ അതുപോലെ തന്നെ ആൾക്കാർ ചിന്തിക്കണം എൻ്റെ കാര്യം, അങ്ങനത്തെ നമ്മൾക്ക് ഒരു സ്റ്റബേൺനെസ് ഉണ്ടല്ലോ. അപ്പം ബട്ട് ഐ ഹവ് ഓൾവേസ് ലൈക്ക് ടോക്കിംഗ് അബൌട്ട് തിങ്സ് ഐ ലൈക്ക്. ഇപ്പം എനിക്കിഷ്ടമുള്ളൊരു ടോപ്പിക് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇഫ് ഇറ്റ്സ് സംതിങ് ദാറ്റ് എന്താ പറയുക, എനിക്ക് ഒത്തിരി വാല്യൂസ് ഉള്ള ഒരു ടോപ്പിക്കാണ്, എനിക്ക് ഇഷ്ടമുള്ള ടോപ്പിക്, ഐ ക്യാൻ സ്പീക്ക് ഒത്തിരി അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇപ്പോഴാണെങ്കിലും ഐ ലൈക്ക് ദാറ്റ്. എനിക്ക് അങ്ങനെ ഇപ്പം എഡ്യൂക്കേഷനെ പറ്റിയാണെങ്കിലും ഹെൽത്ത് കെയറിനെ പറ്റി, അല്ലെങ്കിൽ ഈവൻ ഇഫ് ഇറ്റ്സ് പൊളിറ്റിക്സ് ഐ ഗെറ്റ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പം ബട്ട് കുറേ കൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാൻ പഠിച്ചു. I am very cautious of what I speak now, obviously. അത് ഈസി ആണോ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാൻ? എനിക്കത് പറ്റില്ല, but I don't know. I think I'm learning. We have to be conscious because what you say can and may be used against me. നമ്മൾ ചിലപ്പോൾ ആ ഒരു സെൻസിലായിരിക്കില്ല പറയുന്നത്. നമ്മളിപ്പോൾ എനിക്ക് ആ വ്യക്തിയോട് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞപ്പോഴും ഈ കുട്ടി the comments will like, or what it's gonna be is like she spoke against him, or like അങ്ങനെയൊന്നും ആയിരിക്കില്ല. Maybe you're just saying like, oh, I don't know him. പക്ഷേ you have to find the right ഒരു സ്വീറ്റ് സ്പോട്ട്. അപ്പം ഡെയിലി ഈ എന്താ പറയുന്ന ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സംസാരിക്കുന്നത് ഇത് കുറച്ച് പാടുള്ള, ട്രിക്കിയാണ്, വളരെ ട്രിക്കിയാണ്. അവിടെ ഐ എം ലേണിംഗ് ഇറ്റ്. It is important. You know where to speak, what is important. ഒരു സന്ദർഭത്തിനനുസരിച്ച് സംസാരിക്കണമല്ലോ. ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ ഞാനൊരു പബ്ലിക്കിനെ അഡ്രസ് ചെയ്യുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഐ സ്പീക്ക് വെരി ഫാസ്റ്റ്. അപ്പോൾ എപ്പോൾ അമ്മ വീഡിയോ കാണുന്നത് എനിക്ക് തലവേദന. അമ്മ വന്നിട്ട് പറയും, നീ കൈ ഇങ്ങനെ സംസാരിക്കില്ല, നീ സ്പീഡ് കുറച്ച് വ്യക്തമായിട്ട് സ്ഫുടമായിട്ട് സംസാരിക്കണതൊക്കെ ആലോചിക്കും. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ അതെൻ്റെ ഒരു സംസാരിക്കുന്ന ശൈലിയാണ്. ഐ എം സ്റ്റിൽ ലേണിംഗ് ദാറ്റ്. ഇങ്ങനെ കുറേ കൂടെ ക്ലിയർ ആയിട്ട് സംസാരിക്കാമെന്ന് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ അത് ഇച്ചിരിയും പാടാണ്. ഐ തിങ്ക് ഞാൻ വളരെ നന്നായിട്ട് മലയാളം സംസാരിക്കും, പക്ഷെ ചിലപ്പോൾ ചില വാക്കുകൾ സ്പീഡ് കൂടുന്നതുകൊണ്ട് ഇടറിപ്പോവും. പക്ഷെ അതൊക്കെ ഫോക്കസ് ചെയ്യേണ്ട. ചിലപ്പോൾ നമ്മള് വീട്ടിൽ സംസാരിക്കുന്ന ചില വാക്കുകൾ പുറത്ത് സംസാരിക്കുമ്പോ അത് വളരെ പോളിഷ്ഡ് അല്ലാതെ ഒരു സ്ലാങ് ഉള്ള നമ്മുടെ വീട്ടിലാണെങ്കിലും ഇപ്പൊ നാട്ടിലാണെങ്കിലും ഉള്ള ഒരു സ്ലാങ്. പിന്നെ നിങ്ങൾക്ക് പാലക്കാർക്ക് നിങ്ങളുടേതായ അപ്പം അത് കുറേ കൂടെ ഒരു റിട്ടൺ ലാംഗ്വേജിലോട്ട് സംസാരിക്കുന്നത്. ഐ എം സ്റ്റിൽ ലേണിംഗ് ഹൗ ടു ടോക്ക് ആർട്ടിക്കുലേറ്റ്ലി ആൻഡ് ക്ലിയർലി ആൻഡ് ബെറ്റർ. ബട്ട് പയ്യെ പഠിച്ചു പോവാൻ തോന്നുന്നു. Who is the one person that criticizes you most? Criticize either in a good way, like in a good way. Oh, my mother. ഞാൻ പറഞ്ഞില്ലേ, അയ്യോ എന്താണേലും ഷീ ഈസ് വെരി കോൺഷ്യസ് ഓഫ് മൈ ഇത്.
എന്റെ ഡ്രസ്സിങ് ആണെങ്കിലും എന്റെ ചെരുപ്പാണേലും ഇല്ല അല്ലേ? എല്ലാം. അപ്പം തിങ്സ് ഞാൻ നിൽക്കുമ്പോ ഐ എം സ്റ്റിൽ ലേണിംഗ്. അമ്മ സംടൈംസ് ഫോർഗെറ്റ്സ് ദാറ്റ് ഐ എം ഓൺലി ലേണിംഗ്. ഷി എക്സ്പെക്ട്സ് മീ ടു ബി ഒരു കുറച്ചുകൂടെ കൈൻഡ് ആവും, പാവം കുട്ടിയില്ലേ. നീ ഇങ്ങനെ നിക്കണം, കൈ ഒത്തിരി യൂസ് ചെയ്യരുത്. ബട്ട് ആക്ച്വലി കൈ യൂസ് ചെയ്ത് സംസാരിക്കുന്നതാണ് ആക്ച്വലി ബെറ്റർ വേ ഓഫ് ടോക്കിംഗ്. ബട്ട് ഷി ഈസ് എ ഡിഫറെന്റ് പേഴ്സൺ. അല്ലെങ്കിൽ അമ്മമാർക്ക് അവര് പറയുന്നത് പോലെ ജനറേഷൻ ഇതുണ്ടല്ലോ. അപ്പം നീ സ്ട്രെയിറ്റ് ആയിട്ട് നിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ നിക്കല്ല അങ്ങനെ നിക്കല്ല. എനിക്ക് പൊക്കമുണ്ട്, ചിലപ്പോ കൂനി നടക്കുവേ, വിച്ച് ഇസ് വെരി ബാഡ്. സ്ട്രെയിറ്റ് ആയിട്ട് നടക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങള്. അപ്പം ഈ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ക്രിട്ടിസൈസ്, അപ്പൊ വഴക്കോ ഇടയ്ക്ക്. ബിക്കോസ് ഐ വിൽ ബി സംടൈംസ് it gets overwhelming. ഞാൻ ഫുള്ളി ഓവർവെൽംഡ് ആയിട്ടായിരിക്കും അമ്മ ഇങ്ങനെയൊക്കെ ഒരു സൈഡിൽ സോഷ്യൽ മീഡിയ കമന്റ്സ്, ഒരു സൈഡിൽ അമ്മയുടെ കമന്റ്സ്. അപ്പം ബട്ട് അഗൈൻ ചില കാര്യങ്ങൾ ഐ ടോക്ക് ടു മൈ ഫ്രണ്ട്സ് ആയിരിക്കും. ബിക്കോസ് ചില കാര്യങ്ങളെ പറ്റി എനിക്ക് അറിയില്ലായിരിക്കും. ചില പൊളിറ്റിക്കൽ സിനാരിയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി എൻ്റെ ഫ്രണ്ട്സ് കുറെ പേര് സിവിൽ സർവീസിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാരാണ്. സോ ദേ ആർ സോ മച്ച് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ലൈക്ക് മേ ബി ഒരു പെർട്ടിക്കുലർ തിങ്, ഒരു ഹിസ്റ്റോറിക്കലി നടന്ന ഒരു കാര്യം അല്ലെങ്കിൽ എബ്രോഡ് നടക്കുന്ന എന്തെങ്കിലും കുറെ കൂടെ അവർക്കായിരിക്കും കുറെ കൂടെ നോളജ് ഉള്ളത്. സോ ഐ ട്രൈ ടു ടോക്ക് ടു ദം ആൻഡ് ഗെറ്റ് എ ബെറ്റർ ക്ലാരിറ്റി. എന്തെങ്കിലും ചുമ്മാ അതിനെപ്പറ്റിയൊക്കെ ഇച്ചിരി പഠിച്ചിട്ട് വേണ്ട സംസാരിക്കാൻ. സോ ഐ ട്രൈ ടു ഡു ദാറ്റ്. ഒത്തിരി സംസാരിക്കാൻ ഇരിക്കണം എന്ന് ഞാൻ വിചാരിക്കും. ഐ തിങ്ക് ലൈക്ക് ഒത്തിരി സംസാരിക്കും. ഐ ഷുഡ് ലെറ്റ് യു സ്പീക്ക്. നമ്മുടെ കോൺവെർസേഷനിൽ വൺ ഓഫ് us is always cutting there because that's how we talk. I think both of us talk a lot. ഒരാൾ സംസാരിച്ചു കഴിഞ്ഞ് മറ്റേ ഒരു മണിക്കൂറിൽ അങ്ങനെ which is nice. So I'm still learning the art of communication. Very nice. I think it was so nice, and I want to tell this that ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് ഇന്നലെ ഇങ്ങനെ പറയുമായിരുന്നു that Diya, so he saw you there, no, in the hotel. അപ്പം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ യു ഷുഡ് ആസ്ക് ഹർ ജെൻസി ലിംഗോസ് ഒക്കെ ചോദിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാനാണ് അമ്മയ്ക്ക് ക്വസ്റ്റ്യൻസ് കുറേയൊക്കെ പറഞ്ഞു തന്നേന്ന് പറയണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ജീവനിൽ പേടിയുള്ളത് കൊണ്ട് എൻ്റെ മകനെ എനിക്ക് പേടിയുള്ളത് ജെൻസി പോലുള്ള ജെൻ ആൽഫ. ഞാൻ വളരെ ബഹുമാന പുരസ്സരം ഒരുപാട് സ്നേഹത്തോടെയും പറയട്ടെ, ഇന്നത്തെ ഇന്റർവ്യൂവിന്റെ മിക്ക ക്വസ്റ്റ്യൻസും എൻ്റെ മകൻ യാഗ് രാഹുൽ ഈശ്വർ എനിക്ക് പ്രത്യേകം ദിയടുത്ത് ചോദിക്കണമെന്ന് പറഞ്ഞ ചോദികളാണ്. സോ ഷൗട്ട് ഔട്ട് ടു യു. Shout out to Diya. Yes. So sweet of him. And he's this brightest child, and I'm like telling him, I'm intimidated by your mother, and he's like, yeah, me too. Get in line. He said that, alle? Yeah. He's a very sweet kid. അവന്റെ അച്ഛനെ പോലെ ഞാൻ പറയാം. Thank you so much, for your wonderful questions. It's a bright future. Oh my God, he's gonna be so much like you. Hope he gets some of my qualities also. Thank you, Diya. I mean, I just felt so comfortable talking to you, and Diyake ഒരുപാട് you have that വളരെ കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കുന്ന ഒരു എന്താ പറയുക, വളരെ ഹിസ്റ്റോറിക് ആയ ഒരു കാര്യമാണ് വാട്ട് യു ഹാവ് അച്ചീവ്ഡ്. പക്ഷെ അതിൻ്റെ യാതൊരു എന്താ പറയുക ജാടയോ ഒന്നുമില്ല. ഇത്രയും യങ് ഏജിൽ യു ഹാവ് ടേസ്റ്റഡ് സക്സസ്, ബട്ട് I felt so comfortable talking to you, like I was talking to a friend who I knew for a long time, and that is so nice. Thank you so much. It was such a pleasure talking to you. Thank you. I feel very honored in your podcast. No, I wish you all the very best. Thank you very much. Nette parnille, we don't have many women chief ministers. Secretly in my mind I wished, at some point let you be one among them. Wish you all the very best. Yeah. So guys, that was Diya Binu Pulikkakandam with us. നമ്മൾ ഒരുപാട് ഉറ്റു നോക്കണ്ട ഇതുപോലെ വൈബ്രന്റ് സെൻസിബിൾ ആയിട്ടുള്ള പൊളിറ്റിക്സിനെ ഒരു ഇൻ ദ നെഗറ്റീവ് സെൻസ് ഉള്ള പൊളിറ്റിക്സ് അല്ലാതെ നല്ലൊരു സേവനമായി കാണുന്ന വളരെ സെൻസിബിൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ലോജിക്കലായി ചിന്തിക്കുന്ന ഒരു ജെൻസി കമ്മ്യൂണിറ്റിയിൽ നിന്നുമുള്ളൊരു റെപ്രസെൻറ്റേറ്റീവുമായിട്ട് ഇത്രയും നേരം സംസാരിച്ചു. സച്ച് എ ലേണിംഗ് ഫോർ മീ ആസ് വെൽ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. നെക്സ്റ്റ് ടൈം I'll be back again with another guest who has experienced success that is meaningful to them. Till then, this is Deepa Rahuleshwar signing off from the Success369 podcast.